Hello, good morning, Nimisha. Hello. Good morning, Nimisha and Megha. വൈകി നിങ്ങൾ ഒരാള് കറക്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ആളുകൾ കയറാത്തത് കൊണ്ടാണ് നമ്മൾ ഇത് ഓണാക്കാത്തത്. ഇന്നും കൂടി നമുക്ക് എടുക്കേണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സസ് ഉണ്ടാവുമായിരിക്കില്ല. എന്റേതൊക്കെ നമ്മളുടെ ടോപ്പിക് ഇത് തീരെയാണ്. ആ ഒരു 1-2 ദിവസമൊക്കെ ഉള്ളൂ. അതൊന്ന് കറക്റ്റ് ആയിട്ട് കയറുക. നാളെയും ഒരു ടീച്ചറിന്റെ ടോപ്പിക് അത് നാളത്തെ കൂടി തീർക്കാനുള്ള രീതിയിലാണ് കേട്ടാ. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഏതാ പഠിച്ചത്? ചാപ്റ്റർ തീർത്തു. ഏത് ചാപ്റ്റർ പഠിച്ചോണ്ടിരിക്കുന്നേ? മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ്. മാനേജ്മെന്റ് ഓഫ് വില്ലേജ് വേസ്റ്റ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു. ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഉണ്ടോ? നമ്മൾ ഏത് ചാപ്റ്റർ പഠിച്ചോണ്ടിരിക്കുന്നേ? മിസ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ കേറിയ ക്ലാസ് മാറിപ്പോയോ എന്ന് വിചാരിച്ചേ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് നിമിഷ. ഞാൻ 2 ദിവസം ലീവ് ആയിരുന്നു മിസ്സേ. അപ്പൊ ഞാൻ റെക്കോർഡിംഗ് ക്ലാസ് കിട്ടിയിട്ടില്ല. ശരി. ചാപ്റ്റർ തുടങ്ങിയത് ഞാൻ അറിഞ്ഞില്ല. നിമിഷ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളുകളുടെ എക്സാം കൊടുത്തതല്ലേ, കഴിഞ്ഞതല്ലേ? ഇനി തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിന്റെ എക്സാം അല്ലേ നിമിഷക്ക് അറ്റൻഡ് ചെയ്യാനുള്ളൂ? ഫൈനൽ എക്സാം അല്ല, ഇനി ഫൈനല്. തേർഡ് ആൻഡ് ഫോർത്ത് മിസ്, ഞങ്ങള് സെക്കൻഡ് ബാച്ചിനും ഫസ്റ്റ് ബാച്ചിനും സെം എക്സാം ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിന്റെയും തേർഡ് ഫോർത്ത് മൊഡ്യൂളിന്റെ എക്സാം ഒരുമിച്ചായിരുന്നു. അവരെന്നല്ലേ അതിൽ തന്നെ കയറുന്ന ആളെന്നാന്ന് അറിയാനാണ് ഞാൻ ചോദിക്കണേ. അത് ഞാൻ ലീവ് ആയിരുന്നു മിസ്. റെക്കോർഡ് ക്ലാസ് കിട്ടിയിട്ടില്ല. ഈ ചാപ്റ്റർ തുടങ്ങിയ ക്ലാസ് എനിക്ക് കിട്ടിയിട്ടില്ല. ക്ലാസ് കിട്ടാത്തത് അത് ഇന്നലത്തെ ഉഷ മിസ്സിന്റെ ഒരു ക്ലാസ് അപ്പൊ ലാസ്റ്റ് വന്ന് കിടക്കണേ. അത് കഴിഞ്ഞിട്ടുണ്ടായത് അറിയില്ല. ടീച്ചറിന്റെയോ? ഞങ്ങളോ ഇന്നലെ ഞാൻ ക്ലാസ് എടുത്തു, പിന്നെ രമ്യ ടീച്ചർ ക്ലാസ് എടുത്തു. അപ്പൊ അതൊക്കെ കാണണമല്ലോ അവിടെ. ഇന്നലത്തെ വന്നിട്ടില്ല. അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമൊക്കെ വരുള്ളൂ. 12 മണിക്ക് 1 മണിയൊക്കെ ആവും. ശരി, നമ്മൾ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ജസ്റ്റ് ഹാഫ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമായിട്ടും IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് it is the place where the patients or the clients are admitted based on the doctors or specialist assessment. അല്ലെ, പേഷ്യന്റിന്റെ ഡോക്ടർമാരോ അല്ലെങ്കിൽ അവരുടെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യൻസോ ഒക്കെ എന്താ പറയാ അസസ്മെന്റിന് വേണ്ടിയിട്ട് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു ഹൗസ് ആണ്, അല്ലെങ്കിൽ ഒരു റൂമാണ്. എന്താ പറയാ, നമുക്ക് ഇൻഡോർ പേഷ്യന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഡോർ പേഷ്യന്റ് അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അവര് ചിലപ്പോ എന്താ പറയാ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ, അല്ലെങ്കിൽ എന്താ പറയാ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ, അല്ലെങ്കിൽ ആംബുലൻറ്ററി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ, ആംബുലൻറ്ററി കെയറിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകളെയാണ് ഇൻപേഷ്യൻസ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ നിർത്തുക അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇൻപേഷ്യന്റിൽ ഉണ്ടാകുന്ന നഴ്സസിന്റെയും ഡോക്ടേഴ്സിന്റെ ഒക്കെ സർവീസസ് 24/7 hours into 7 days in a week അവൈലബിൾ ആയിരിക്കും. ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് അവൈലബിൾ ആകുന്ന രീതിയിലായിരിക്കും ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്പെഷ്യലിസ്റ്റുകൾ IPDയിലെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഇനി ആ ഒരു പേഷ്യന്റ് ഇൻപേഷ്യന്റ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഡ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ the duration of their stay in the hospital will be based on their severity of illness. പേഷ്യന്റിന്റെ ആരോഗ്യസ്ഥിതി, അതായത് അല്ലെങ്കിൽ അസുഖത്തിന്റെ കാഠിന്യം അനുസരിച്ച് അത്രയും സമയം വരെ ആയിരിക്കും ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യേണ്ടി വരിക. മോർ ദാൻ 24 hours അധികമുള്ള ആ ഒരു ഡ്യൂറേഷൻ ആണ്. അതായത് 24 മണിക്കൂറിൽ കുറവാണെങ്കിൽ നമ്മൾ അതിനെ ഇൻപേഷ്യന്റ് എന്ന് വിളിക്കില്ല.
24 മണിക്കൂറിനുള്ളിൽ പേഷ്യന്റ് വന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഒരു കുറച്ച് നേരമൊക്കെ ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്തു, അതിന്റെ ആഫ്റ്റർ ഇഫക്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കുറച്ച് നേരമൊക്കെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞു. ഒരു ഇത്തിരി നേരമൊക്കെ എവിടെയെങ്കിലും ഒന്ന് എന്താ പറയാ അഡ്ജസ്റ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് കിടത്തി എന്ന് വിചാരിക്കുക. അതിനെയൊന്നും നമ്മൾ അഡ്മിഷൻ എന്ന് വിളിക്കില്ല. ഇൻപേഷ്യന്റ് ആകണമെങ്കിൽ മോർ ദാൻ 24 hours ദ പേഷ്യന്റ് ഹാസ് ടു ബി സ്പെൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ വാട്ട് ഈസ് അഡ്മിഷൻ, എന്താണ് അഡ്മിഷൻ? അഡ്മിഷൻ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെ? ഒബ്സർവേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് of any patients, those who are suffering from sickness or illness are allowed to stay in the hospital according to the suggestions of the hospital physicians or any other specialist. അതായത് സ്പെഷ്യലിസ്റ്റുകളോ ഡോക്ടേഴ്സോ ഒക്കെ പറയുന്ന പ്രകാരം അവരുടെ അസസ്മെന്റിന് വേണ്ടി, അവരുടെ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസിന് വേണ്ടി, ചിലപ്പോ എന്താ പറയാ ട്രീറ്റ്മെന്റിന് കൂടി വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൃത്യമായ രീതിയിൽ ആ മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? ചിലപ്പോ 2 or 3 നേരമൊക്കെ ഇഞ്ചക്ഷൻസ് ഉണ്ടായിരിക്കും, ചെക്കപ്പുകൾ ചെയ്യേണ്ടി വരുമായിരിക്കും, ചില ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ എടുത്തിട്ട് ടെസ്റ്റിംഗ് ആവശ്യം ഉണ്ടായിരിക്കും. അപ്പൊ ഓടി പോയിട്ട് വീണ്ടും ആ 10 മിനിറ്റ് ഇടവിട്ടൊക്കെ വരാൻ പറയാന്ന് പറഞ്ഞത് ഇറ്റ്സ് ഇമ്പോസിബിൾ അല്ലെ. ഭയങ്കര അത്ര എത്ര വലിയ എന്താ പറയാ സെറ്റിൽഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും അത് ചിലപ്പോ അത്ര കൺവീനിയന്റ് ആകില്ല. സോ അതിന് വേണ്ടിയിട്ട്, കൺവീനിയൻസിന് വേണ്ടിയിട്ട് വളരെ സൗകര്യപ്രദമായ രീതിയിൽ ഡോക്ടേഴ്സിനും അതുപോലെ തന്നെ നഴ്സസിനും ഒക്കെ കൃത്യമായിട്ട് കെയറിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അഡ്മിഷൻ ചെയ്യുന്നത്. ഇനി അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ? കൂടുതൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട്, ടു പ്രൊവൈഡ് കംഫർട്ട് ആൻഡ് സേഫ്റ്റി ടു ദ പേഷ്യൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ പറഞ്ഞു. പിന്നെ ടൈപ്സ് ഓഫ് അഡ്മിഷൻ, പ്രധാനമായിട്ടും 2 types ഓഫ് അഡ്മിഷൻസ് ആണ്. എമർജൻസി അഡ്മിഷൻ which is അതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എ ക്ലയന്റ് വിത്ത് എ ഹാർട്ട് അറ്റാക്ക് ഓർ ആക്സിഡന്റ് ഓർ പോയിസണിങ് എക്സെട്ര വിൽ ബി അഡ്മിറ്റഡ് ഇമീഡിയറ്റ്ലി. സോ ഇറ്റ് ഈസ് കോൾഡ് എമർജൻസി അഡ്മിഷൻ. പെട്ടെന്ന് എന്തെങ്കിലും അത്യാഹിതങ്ങളുമായിട്ട് കാഷ്വാലിറ്റിയുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ഇവരെ പെട്ടെന്ന് അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അതേസമയം റുട്ടീൻ അഡ്മിഷൻ എന്ന് പറയുന്ന മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അഡ്മിഷൻ ആണ്. എന്ന് വെച്ചാൽ നേരത്തെ കൂട്ടി നമുക്കിപ്പോ ഒരു രോഗം ട്രീറ്റ്മെന്റിലാണ്, ചിലപ്പോ ആ രോഗം കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ എത്രത്തോളം അതിൽ നിന്ന് എന്താ പറയാ ഡിക്രിമെന്റ് വന്നിട്ടുണ്ട്, ഡിക്രീസ് വന്നിട്ടുണ്ട്, റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ രോഗാവസ്ഥകളൊക്കെ എത്രത്തോളം കുറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനും. അപ്പൊ എന്താണ്, ചിലപ്പോ നേരത്തെ കൂട്ടി നമുക്ക് അറിയാമായിരിക്കും ഇന്ന ഡേറ്റില് ആഫ്റ്റർ 2 months ഇന്ന ഒരു പർട്ടിക്കുലർ ഡേറ്റ് ഒക്കെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തൊക്കെ പോരും നേരത്തെ കൂട്ടി. അപ്പൊ അങ്ങനെ ബുക്ക് ചെയ്ത് പോരുന്നതിന്റെ അടിസ്ഥാനത്തിൽ വി ഹാവ് ടു ബി ഗെറ്റ് അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ അക്കോർഡിംഗ് ടു ദാറ്റ് ഗിവൺ ഡേറ്റ്. ആ തന്നിരിക്കുന്ന ഡേറ്റിന് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോ സർജറീസ് നടത്താനായിരിക്കാം. അതൊക്കെ അതിന് ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ബ്രോങ്കൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ചില എക്സ്ട്രാ ചിലപ്പോൾ ടെസ്റ്റുകളൊക്കെ നടത്തി നേരത്തെ ഉള്ളതിൽ നിന്നും എത്രത്തോളം ആ ഒരു ചേഞ്ച് ആ സിക്നസിന് വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് നേരത്തെ തന്നെ ഉള്ള രോഗങ്ങളാണ്. അത് പെട്ടെന്ന് ഒറ്റയടിക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്ത് ഇല്ലാതാക്കാനേ പറ്റുള്ളൂ. മറ്റേത് അങ്ങനെയല്ല. ആക്സിഡന്റ്, പോയിസണിംഗ് ഒക്കെ പെട്ടെന്ന് മാറ്റേണ്ടതാണ്. ഹാർട്ട് അറ്റാക്ക് അതൊക്കെ പതുക്കെ മാറ്റുന്ന കാര്യമല്ല, അതൊക്കെ പെട്ടെന്ന് തന്നെ ക്യൂർ ചെയ്യേണ്ടതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് തന്നെ. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത്, എമർജൻസി അഡ്മിഷൻ എന്ന്. ഇത് നമ്മൾ പറഞ്ഞു. പിന്നെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ത്രൂ ഒ പി ഡിയിൽ നിന്നും എങ്ങനെയാണ് ക്ലയന്റിനെ എന്ത് ചെയ്യുന്നത്, ഒരു IPD ആക്കി മാറ്റുന്നത്, ഇൻപേഷ്യന്റ് ആക്കി മാറ്റുന്നത്. അതിന്റെ പേഷ്യന്റിനെ റിസീവ് ചെയ്യുക, ആദ്യം തന്നെ ഏത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിസീവ് ചെയ്യുക. എന്നിട്ട് പേഷ്യൻസിന് ഒരു കംഫർട്ടബിൾ ഫീലിംഗ് ആണ് കൊടുക്കേണ്ടത് അവിടെ അല്ലെ. അവരെ ഗ്രീറ്റ് ചെയ്യുക, വളരെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യുക. അതോടൊപ്പം തന്നെ they have to be given a comfortable feeling ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലാണ് താൻ എന്നുള്ള കാര്യം അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയാ മനസ്സിൽ തോന്നാത്ത രീതിയിൽ ഒരു സിറ്റുവേഷൻസ്, ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ എന്താ പറയാ ഈ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡാറ്റാസ്, ദാറ്റ് മീൻസ് സോഷ്യൽ ഡാറ്റാസ് ആണ് ക്ലയന്റിനെ കുറിച്ച് അവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കുക ഇന്ന പേഷ്യന്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചില സോഷ്യൽ ഡാറ്റാസ് ഷുഡ് ബി കളക്ടഡ് ആൻഡ് റെക്കോർഡഡ്. അത് കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. ദാറ്റ് സോഷ്യൽ ഡാറ്റ ഇൻക്ലൂഡ്സ് ദ നെയിം, ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ, ഇൻകം, ഓക്യുപ്പേഷൻ, റിലീജിയൻ, മാരിറ്റൽ സ്റ്റാറ്റസ് ആൻഡ് ഓൾസോ ദ ടെലിഫോൺ നമ്പർ. ഇത്തരം കാര്യങ്ങളാണ് സോഷ്യൽ ഡാറ്റയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. ഈ അഡ്മിറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകാർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവരുടെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് അവിടെ തുടങ്ങി അതും കുറച്ചൊക്കെ നമ്മൾ പറഞ്ഞതാ. എന്തൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞു? ഒന്നാമത്തെ കാര്യം എന്താ പറയാ,
ഓക്കെ, അപ്പൊ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞ എടുത്തു വെച്ച ഭാഗം വരത്ത്. ഓക്കെ, എന്തൊക്കെയാണ് ഒരു അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് വെൻ എ patient or a client is admitted in the IPD അവർക്ക് അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഈ അഡ്മിഷൻ കൊടുക്കുന്ന ആളുകൾക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ദ ഇമ്പോർട്ടന്റ് തിങ്, ദേ ഹാവ് ടു ഗ്യാദർ ദ ഇൻഫർമേഷൻ അബൌട്ട് ദ പേഷ്യൻസ്. പേഷ്യൻസിനെ സംബന്ധിക്കുന്ന എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. വിച്ച് മേ ഇൻക്ലൂഡ് ദ നെയിം, ഏജ്, സെക്സ് ആൻഡ് ഓൾസോ അഡ്രസ്, മൊബൈൽ നമ്പേഴ്സ് എക്സെട്ര. മനസ്സിലായോ? അത് ആദ്യം തന്നെ അവരിൽ നിന്ന് ആദ്യം തന്നെ സ്വീകരിക്കുക. പിന്നെ മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കുക. പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ ബ്രേസ്ലെറ്റ്, ചില പേഷ്യൻസിന് ഇന്നലെ ഞാനതൊക്കെ വിശദമായിട്ട് പറഞ്ഞതാ അല്ലെ, ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അവരെ പെട്ടെന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക കയ്യിൽ ഒരു ടാങ്ക് പോലെയൊക്കെ കെട്ടിക്കൊടുക്കാം. അത് ഒക്കെ ഉള്ളതാണ് ചില ഹോസ്പിറ്റൽസിൽ. പിന്നെ കൺസെന്റ് ഫോം, ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോ ഇറ്റ് മേ ബി സംടൈംസ് ചില പേഷ്യൻസിന് ഡേഞ്ചറസ് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒരു പനിയുടെ മരുന്ന് കൊടുക്കുന്നതിന് പോലെയല്ല ചില മെഡിസിൻസ്, അല്ലെങ്കിലും ചില മെഡിസിൻസ് ഒക്കെ എന്താ പറയാ നമ്മുടെ ഡോക്ടേഴ്സ് കൊടുക്കുമ്പോൾ ഏതെങ്കിലും മെഡിസിൻസിന് അലർജിക് ആണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് തരാം. ചിലർക്കൊക്കെ ചില ആന്റിബയോട്ടിക്സ് ഒക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അലർജിക് ആയിരിക്കും. അതിൻ്റെതായ അലർജിക്കൽ ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് പെട്ടെന്ന് പുറത്തേക്ക് മറ്റേതെങ്കിലും രൂപത്തിലൊക്കെ വരും. ഒരു മരുന്ന് കഴിച്ച് ഒരു രോഗത്തിന് ഭേദമാക്കാൻ വേണ്ടി ചെയ്തു കഴിയുമ്പോൾ മറ്റേത് സ്ഥലത്ത് കൂടി വേറൊരു രോഗം വരാൻ സാധ്യത. രോഗമല്ല, അത് കുറച്ച് നേരത്തേക്ക് ആണെങ്കിലും അത് നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. ചിലപ്പോഴൊക്കെ ഭയങ്കര എന്താ പറയാ സീരിയസ് ആയിട്ടുള്ള ഒരു ഇതിലേക്കൊക്കെ പോകും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു കൺസെന്റ് ഫോം, അപ്പൊ ഇത് ഇന്ന മരുന്ന് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന ഓപ്പറേഷൻസ് ഉണ്ട്, സർജറീസ് ഉണ്ട്, അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? they have to collect the consent form. അത് സൈൻ ചെയ്ത ഒരു കൺസെന്റ് ഫോം, സമ്മതപത്രം അത് വാങ്ങിക്കണം. പിന്നെ ഇനീഷ്യൽ ഓർഡേഴ്സ് ഒബ്റ്റൈൻഡ്, ഏതെങ്കിലും തരത്തിലുള്ള ഓർഡറുകൾ നമുക്ക് എന്താ പറയാ ചില കാര്യങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അറിയിച്ചിട്ടുണ്ടാവും നമ്മുടെ പേഷ്യൻസിനോട്. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് വിശദമായിട്ട് ഓരോ കാര്യങ്ങളും ഇന്ന ട്രീറ്റ്മെന്റ് ഒക്കെയാണ് നടക്കുക, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞ് മനസ്സിലാക്കി അതിന്റെ ഓർഡേഴ്സും അവരിൽ നിന്ന് വാങ്ങിച്ചിരിക്കണം. അതായത് അവർക്ക് യാതൊരു തരത്തിലുള്ള എന്താ പറയാ ഒബ്ജെക്ഷൻസും ഇല്ല, നോ ഒബ്ജെക്ഷൻ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫ്ലോർ വാർഡ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു നഴ്സ് ഉണ്ടായിരിക്കും, അവരെ ഇൻഫോം ചെയ്യണം. ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വാർഡ് നഴ്സ് ആരാണോ അത് ഏത് ഫ്ലോറിലെ ആയിക്കോട്ടെ ആ ഫ്ലോറിലെ വാർഡ് നഴ്സ് വരിക, അറ്റൻഡ് ചെയ്യുക, അവരെ എടുക്കുക എന്നുള്ളതൊക്കെയാണ്. പിന്നെ വിസിറ്റേഴ്സ് പാസ് പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ. പിന്നെ എന്താ പറഞ്ഞേക്കണേ, പിന്നെ ഒരു കാര്യം കൂടി, ആ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞിരുന്നു. അഡ്മിഷൻ ഡെസ്ക് സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ടു റിസീവ് ഓർ ടു ടേക്ക് എ മിനിമം ഡെപ്പോസിറ്റ് എമൗണ്ട് ഫ്രം ദ ക്ലയന്റ്. അതായത് നമ്മുടെ പേഷ്യന്റിന്റെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കൗണ്ടറിൽ ഇവരിൽ നിന്ന് ഒരു ചെറിയ ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് എമൗണ്ട് ആയിരുന്നു. അതായത് അവര് രോഗത്തിന്റെ കാഠിന്യവും മറ്റു കാര്യങ്ങളും അവര് എടുക്കുന്ന റൂമിന്റെ അവൈലബിലിറ്റി വാർഡാണോ റൂമാണോ ലക്ഷറിയസ് റൂമാണോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അതിന്റെ ബേസിസിൽ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് ഈ ക്യാഷ് കൗണ്ടറിൽ സ്വീകരിക്കേണ്ടി വരും. അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. കാരണം എനി കേസ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എന്താ പറയാ ഒരു നമ്മുടെ കെയർലെസ് കൊണ്ട് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ഹോസ്പിറ്റൽസിൽ ഏതെങ്കിലും പ്രോപ്പർട്ടീസിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് ഒക്കെ നമ്മൾ വരുത്തി കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി റീഇംബേഴ്സ്ഡ് ഫ്രം ദിസ് ഡെപ്പോസിറ്റ് എമൗണ്ട്. ആ എമൗണ്ട് ഇതിൽ നിന്നും അവർക്ക് എന്ത് ചെയ്യാം? റീഇംബേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ഇതിക്ക് വേണ്ടിയിട്ടാണ്. ഇഫ് നത്തിങ് ഈസ് കോസ്ഡ്, മറ്റൊരു തരത്തിലും നമ്മളൊന്നും ഡാമേജ് ഒന്നും വരുത്തില്ല. റൂംസ് ഒക്കെ ഇപ്പൊ ചില ആളുകളൊക്കെ ഉണ്ട്, പണ്ടൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിന്റെ ഭിത്തിയിലൊക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ചു കൂട്ടിയിടുക, അല്ലെ നമ്മുടെ പേര് വരച്ചിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും. അപ്പൊ അതൊക്കെ ഡാമേജ് ആണ്. കാരണം നമ്മൾ മാത്രമല്ല പേഷ്യൻസ് ആയിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതേഴ്സ് മറ്റ് പേഷ്യൻസ് മേ കം ആൻഡ് ദേ ഹാവ് ടു ബി അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. സോ അങ്ങനെ വരുന്ന സമയത്ത് ഇത്തരം എന്താ പറയാ ടൈഡി അല്ലാതെ നീറ്റ് ആൻഡ് ക്ലീൻ അല്ലാതെയുള്ള ഒരു സിറ്റുവേഷൻസിൽ അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പ്രിക്കോഷൻസ് വാങ്ങിച്ചു വെക്കുന്നത്. അപ്പൊ നമ്മൾ അവെയർ ആയിട്ടിരിക്കും എന്തിനെ കുറിച്ചിട്ട്. അതായത് ഒരു ഡാമേജസും അവിടുത്തെ വാൾസിനോ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനോ ഒന്നും വരുത്തുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ ആ എമൗണ്ട് നമുക്ക് ഫുള്ളായിട്ട് തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിക്കണം. ഇനി ഇൻ കേസ് നമ്മളുടെ ഫൈനൽ ബാലൻസിൽ നിന്ന് അവർ ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ ഫൈനൽ ബാലൻസിൽ നിന്ന് അവരത് എന്താ പറയാ പിടിക്കും. അതായത് ഡെപ്പോസിറ്റ് എമൗണ്ട് പിടിച്ചിട്ടായിരിക്കും ആ ഒരു എന്താ പറയാ എന്തെങ്കിലും ഡാമേജ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് അവർ പിടിച്ചിട്ട് അതിനൊരു എമൗണ്ട് അവർ കാണും. എന്നിട്ട് അത് പിടിച്ചിട്ടായിരിക്കും ആ ഡെപ്പോസിറ്റ് എമൗണ്ടിന്റെ ബാക്കി നമുക്ക് തിരിച്ചു തരാം. അല്ല എന്നുണ്ടെങ്കിലും ഫുൾ എമൗണ്ട് നമ്മളുടെ ഫൈനൽ ബില്ലിൽ നിന്ന് മൈനസ് ചെയ്ത് ഇപ്പൊ ഒരു 10,000 രൂപ ആയിട്ടുണ്ട് ബില്ലില്,
ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് നമ്മൾ ഒരു 2000 അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു വിചാരിക്കും. നമ്മൾ വി ഹാവ് നോട്ട് ഡൺ എനിത്തിങ് ഡാമേജ് ടു ദ ഹോസ്പിറ്റൽ റൂം. ആ റൂമിൽ നമ്മൾ കിടന്ന റൂമിൽ അതിന്റെ എന്താ പറയാ വാഷ്റൂമിനോ അല്ലെങ്കിൽ നമ്മൾ കിടന്ന കട്ടിലിനോ ബെഡിനോ പില്ലോ കവേഴ്സിനോ ഒന്നും നമ്മൾ ഒരു ഡാമേജ് ഒന്നും വരുത്തിയിട്ടില്ല. നീച്ചാരെങ്കിലും എങ്ങനെയാ നമുക്ക് തന്നെ ആ രീതിയിൽ നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നോ എമൗണ്ട് വിൽ ബി ചാർജ്ഡ് ഫ്രം ദാറ്റ് ഡെപ്പോസിറ്റ് മണി. നമ്മുടെ ഡെപ്പോസിറ്റ് മണിന്ന് 1 രൂപ പോലും കുറയ്ക്കാതെ അവർ ഫുൾ എമൗണ്ട് തരും. അപ്പൊ ആ ഫുൾ എമൗണ്ട് നമുക്ക് തരണമെന്നില്ല. 10,000 രൂപയാണ് ബില്ല് ആയെങ്കിൽ അതിൽ ആ 2,000 രൂപ എന്ത് ചെയ്യും, നമുക്ക് അത് എന്താ പറയാ കുറച്ചിട്ടുള്ള എമൗണ്ട് നമ്മൾക്ക് കൊടുത്താൽ മതി ഫൈനൽ ബില്ല്. അപ്പൊ ദാറ്റ് മീൻസ് 8,000 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബില്ല് ക്ലോസ് ചെയ്യാൻ പറ്റും. അതാണ് ആ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി ഇഫ് ഇറ്റ് ഈസ് ക്യാഷ്ലെസ് റൂട്ട്, ഇത് ക്യാഷ്ലെസ് ആണെങ്കിലോ, ക്യാഷ്ലെസ് മീൻസ് ഇഫ് ദ ക്ലയന്റ് ഹു ഈസ് അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഹാവ് ആൻ ഇൻഷുറൻസ്, മെഡിക്ലെയിം ഇൻഷുറൻസ് ഉള്ള പേഷ്യന്റ് ആണ് അല്ലെങ്കിൽ ക്ലയന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ നമ്മളുടെ ഇൻഷുറൻസ് കമ്പനി ഓർ ദ തേർഡ് പാർട്ടി ഏജൻസി, ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇൻഷുറൻസിനെ ക്ലെയിം ഒക്കെ വാങ്ങിച്ചു തരുന്ന ആ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസിയാണ് നമ്മൾ തേർഡ് പാർട്ടി ഏജൻസി എന്ന് വിളിക്കാം. അവര് ത്രൂ ആയിരിക്കും നമ്മളുടെ എക്സ്പെൻസുകളൊക്കെ ഹോസ്പിറ്റലിലേക്ക് മീറ്റ് ചെയ്യേണ്ടി വരിക. അപ്പൊ കമ്പനി ആയിരിക്കും മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത്തരം എമൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, ഡെപ്പോസിറ്റ് എമൗണ്ട് ഒക്കെ നമ്മളുടെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചിട്ടായിരിക്കും തരാം. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ്. അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട എന്താ പറയാ അവരുടെ എന്താ പറയാ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വൺ, അടുത്ത പോയിന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് നമ്മൾ പഠിക്കുന്നത് മുഴുവനും എന്തിനെ കുറിച്ചിട്ടാണെന്ന് അറിയാമോ? അഡ്മിഷൻ പ്രൊസീജിയർ ആണ്. അഡ്മിഷൻ പ്രൊസീജിയറിൽ ഒന്നാമത്തെയാണ് പേഷ്യന്റിനെ റിസീവ് ചെയ്യുക, രണ്ടാമത്തെയാണ് അവരുടെ സോഷ്യൽ ഡാറ്റ മുഴുവൻ റെക്കോർഡ് ചെയ്യുക, മൂന്നാമത്തെ അതിന്റെ ഇടയിൽ ആ റെസ്പോൺസിബിലിറ്റി, ആ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി അതിനകത്ത് വന്നു എന്ന് മാത്രം. മൂന്നാമത്തെ പോയിന്റ് ആണ് മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് OPD. മെഡിക്കൽ എക്സാമിനേഷൻ ആണ് OPD-യില്. OPD മീൻസ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ എക്സാമിനേഷൻ ആണ്. ഇവിടെ നിന്നാണ് നമുക്ക് ഇന്ന് തുടങ്ങാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ്സിൽ ഇല്ലാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു മാത്രം. ഇനി എന്താണ് നമ്മൾ എന്താ പറയാ, വെൻ ആ പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ്, അഡ്മിഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് പേഷ്യന്റ് എന്ത് ചെയ്യും, ഫിസിഷ്യൻസ് എടുക്കും, ഡോക്ടർമാര് പരിശോധിക്കുന്നു. എന്നിട്ട് അവരുടെ എന്താ പറയാ ആരോഗ്യ സംബന്ധമായിട്ടുള്ളത്, സോഷ്യൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വാങ്ങിച്ച് അത് റെക്കോർഡ് ചെയ്ത് വെക്കും. പേഷ്യന്റിന്റെ ടെമ്പറേച്ചറും BP, പൾസ്, റെസ്പിറേഷൻ ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. അതാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ എന്താണ് നെസസറി ഇൻവെസ്റ്റിഗേഷൻ, എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ടെസ്റ്റുകളൊക്കെ നടത്തണമെങ്കിൽ, എക്സാമ്പിൾ എക്സ്റേ ആവാം, ലാബ് ടെസ്റ്റുകളാകാം, അത് അവരുടെ ഡയഗ്നോസിസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പർപ്പസിന് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കണേന്ന്, എന്ത് രോഗമാണെന്ന് കണ്ടെത്തിയാലേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ അപ്പൊ എക്സ്റേ എടുക്കേണ്ടി വരും. ഇപ്പൊ ചിലപ്പോ എന്താ പറയാ ഒത്തിരി മാറാത്ത രോഗങ്ങളൊക്കെ, ഇപ്പൊ ബ്രോങ്കൈറ്റിസ് ഒക്കെ നമ്മുടെ ലങ്സ് മാറ്റുക, അപ്പൊ ഒത്തിരിയൊക്കെ ചുമ ഇങ്ങനെ മാറാതെ എപ്പോഴും ചുമച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പൊ അത് എക്സ്റേ ഒക്കെ എടുത്ത് ലങ്സിലേക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതൊക്കെ കണ്ടെത്തേണ്ടി വരും. അപ്പൊ എന്നാലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ദേ ക്യാൻ സ്റ്റാർട്ട് ദ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആണ് എന്താ പറയാ നമ്മൾ ഈ മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് വിളിക്കുക. പിന്നെ those who are admitted in the hospital, those who are after admitting in the hospital, further investigations or treatment to the concerned sickness or illness should be done. അല്ലെ, അതിനുശേഷം അഡ്മിറ്റ് ചെയ്യുന്നു, അതിന് വേണ്ട പരിചരണം അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ വീണ്ടും നടത്തേണ്ടി വരും. ഇറ്റ് വിൽ ബി ഡൺ അക്കോർഡിംഗ് ടു ദ അഡ്വൈസ് ഓഫ് ദ ട്രീറ്റിംഗ് ഡോക്ടർ. ആരാണോ ആ ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നത്, എന്താ പറയാ പരിപാലിക്കുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്, ശുശ്രൂഷിക്കുന്നത്, ആ ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരമായിരിക്കും ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തുന്നത്. അല്ലാണ്ട് ഓടി ചെന്നിട്ട് ഒരു പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്തു, വേഗം ചെന്ന് ഇന്നതെടുത്തു അങ്ങനെയല്ല. ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും എന്ത് ടെസ്റ്റ് നടത്തണം, എന്ത് ട്രീറ്റ്മെന്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണ്ടേ എന്നൊക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് മീൻസ് ദ റെസ്പോൺസിബിൾ സ്റ്റാഫ് അവര് അഡ്മിഷൻ ഡെസ്കിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ കേസ് ഷീറ്റ് അനുസരിച്ച് അവരായിരിക്കും നിർദ്ദേശിക്കുക അതെ ഇന്ന ടെസ്റ്റ് നടത്തണം. അതായത് ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അതിന് കൺസേൺഡ് ആയിട്ടുള്ള ഇവരെ ഇനി അടുത്ത ആരിലേക്കാണ് കൊടുക്കണ്ടേ, അപ്പൊ ഇവരുടെ ഇന്ന കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ട്, അപ്പൊ അതൊക്കെ അവിടെ കേസ് ഷീറ്റിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് നോക്കി നമ്മുടെ ഈ പറയുന്ന ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് എന്ന് വെച്ചാൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്റ്റാഫ് അവര് ചെന്നിട്ട് ലാബുകളിലേക്ക് അറിയിക്കും, ഇന്ന പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അയാളുടെ ഇന്നതൊക്കെ എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് എന്താ പറയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഇതാണ് മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ടത്. ഇനി മറ്റൊന്നെന്താണ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ക്ലയന്റ് ഫ്രം ദ OPD ടു IPD. അടുത്ത കാര്യം എന്താ, അഡ്മിഷൻ പ്രൊസീജിയേഴ്സിൽ വരുന്ന മറ്റൊരു പോയിന്റ് ആണ് ഈ പേഷ്യന്റിനെ OPD-യിൽ നിന്നും IPD-യിലേക്ക് മാറ്റുക.
OPD മീൻസ് ഔട്ട് പേഷ്യന്റ് എല്ലാം നമ്മൾ വരിക. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് ഒരിക്കലും നേരിട്ട് ഡയറക്ട്ലി ദേ ആർ നോട്ട് സെൻഡ് ടു IPD, ഇൻ പേഷ്യന്റ് ആക്കാൻ പറഞ്ഞിട്ട് നേരിട്ട് അങ്ങോട്ട് ഓടിപ്പോയിട്ട് ഒരു മുറിയിൽ ചാടി കയറി കിടക്കുകയല്ല ചെയ്യാം. ഫ്രം ദ OPD-യിൽ നിന്നാണ് ദേ ഹാവ് ടു ബി ഷിഫ്റ്റഡ്, അവരെ ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ദോസ് ആർ ഏബിൾ ടു വാക്ക്, അതായത് അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള ഇൽനെസ് ഒന്നുമില്ല, ദേ കൻ വാക്ക് ആണെങ്കിൽ അവരെ അക്കമ്പനി ചെയ്യാനായിട്ട് ഒരു എന്താ പറയാ വാർഡ് നേഴ്സോ അറ്റൻഡന്റോ ആരെങ്കിലും വരും, അവരെ കൂട്ടി നമ്മുടെ റൂമിലേക്ക് എവിടേക്കാണോ ഷിഫ്റ്റ് ചെയ്യേണ്ട, റൂം ഏതാണോ അല്ലെങ്കിൽ വാർഡാണോ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ആൻഡ് അതർ കേസ് സം പേഷ്യൻസ് കനോട്ട്, ദേ മേ ബി ടു സിക്ക്, ഭയങ്കര കുറച്ച് കൂടുതൽ വീക്ക് ആകാം, കുറച്ച് കൂടുതൽ അസുഖമുള്ളവരാകാം, ആൻഡ് ദേ ആർ നോട്ട് ഏബിൾ ടു വാക്ക് എന്ന് വിചാരിക്കുക. നടക്കാനൊന്നും പറ്റാത്തവരാണെങ്കിൽ ദേ ഷുഡ് ബി ട്രാൻസ്പോർട്ടഡ് ത്രൂ എ വീൽ ചെയർ കൊണ്ടുവരും, അവരെ അവിടെ ഇരുത്തും, എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. നടക്കാനൊന്നും പറ്റാത്തവര്, കൂടുതൽ അസുഖമുള്ളവരെ. ഇനി അടുത്തതാരാണ്? ദോസ് ഹു ആർ ബ്രോട്ട് ഇൻ ആംബുലൻസ്. ഇനി ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് മാത്രമാണ് അതിനകത്ത് പറയുന്നത്. അതായത് എങ്ങനെയാണ് അവരെ കൊണ്ടുപോകണമെന്ന്. നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഒരു അറ്റൻഡന്റോ അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് ആരെങ്കിലും ഇതിനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു നഴ്സ് അവിടെ ഉണ്ടാവും, അവർ വരും, കൂട്ടിക്കൊണ്ടുപോകും. നടക്കാൻ പറ്റില്ല, ഇത്തിരി കൂടി വയ്യായിക കൂടുതലുള്ള ആളാണെങ്കിൽ വീൽ ചെയർ കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഇരുത്തി കൊണ്ടുപോകും. ആംബുലൻസിൽ കൊണ്ടുവരുന്ന എന്താ പറയാ പേഷ്യൻസ്, ക്ലയൻസ് ആണെങ്കിൽ ദേ ഹാവ് ടു ബി മൂവ്ഡ് ടു ദ IPD-യിലേക്ക് മൂവ് ചെയ്യുന്നത് എന്താ പറയാ സ്ട്രെച്ചേഴ്സിലൊക്കെ ആയിരിക്കും എന്നാണ്. ആൻഡ് അവിടെ ചെല്ലുമ്പോൾ ദർ വിൽ ബി എ സിസ്റ്റർ ഓർ എ നേഴ്സ്, വാർഡ് സിസ്റ്ററോ വാർഡ് നേഴ്സോ ആരെങ്കിലും ഉണ്ടാകും ടു റിസീവ് ദ പേഷ്യന്റിനെ റിസീവ് ചെയ്യാൻ. അങ്ങനെയാണ് OPD-യിൽ നിന്നും IPD-യിലേക്ക് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇനി അറ്റ് ദാറ്റ് ടൈം വാട്ട് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ നേഴ്സ്? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവിടെയുള്ള ആ നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? എന്തൊക്കെ കാര്യം അന്വേഷിക്കണം പുള്ളിക്കാരി? അല്ലെങ്കിൽ ആ പേഷ്യന്റ് വാർഡിലേക്ക് കൊണ്ടുവന്നു അല്ലെങ്കിൽ റൂമിലേക്ക് കൊണ്ടുവന്നു, അവരെ അഡ്മിറ്റ് ചെയ്യണം, അപ്പൊ എന്തൊക്കെ കാര്യം ചെയ്യണം? സോ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ നേഴ്സ് വിൽ ബി ടു പ്രിപ്പയർ ദ റൂം. അവർക്ക് വേണ്ടിയിട്ടുള്ള മുറി തയ്യാറാക്കുക എന്നുള്ളത് തന്നെയാണ്. ക്ലീൻ ആയിട്ടുള്ള ഒരു റൂം വിത്ത് ഓൾ നെസസറി ഫെസിലിറ്റീസ്, എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും ഐറ്റംസും ഒക്കെ ഉണ്ടായിരിക്കണം. ഒരു പേഷ്യന്റ് അവിടെ വന്ന് കിടക്കുമ്പോൾ അവർക്ക് വേണ്ടതായിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് കേട്ടോ. അല്ലാതെ ഒരു വീടിനകത്ത് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു പേഷ്യന്റ്, രോഗി വരുമ്പോൾ രോഗിക്ക് എന്തൊക്കെ, അവരുടെ രോഗത്തിന്റെ കാഠിന്യം കൂടി മനസ്സിലാക്കണം. സോ ചില പേഷ്യൻസിനൊക്കെ കട്ടിലിൽ നിന്ന് തന്നെ ഇറങ്ങി പോയിട്ട് അവരുടെ വാഷ്റൂമിലോ ബാത്റൂമിലോ ഒക്കെ എവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ചിലർ ഒട്ടും തന്നെ അനങ്ങാൻ പറ്റില്ലാത്തവരുണ്ട്. അപ്പൊ അനങ്ങാൻ പറ്റാത്തവര് അവിടെ തന്നെ വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ സം എക്യുപ്മെന്റ്സ് ഓർ ഫെസിലിറ്റീസ് ഷുഡ് ബി പ്രൊവൈഡഡ്, അല്ലെ? ബെഡ് പാൻസ് ഒക്കെ ഉദാഹരണത്തിന് അതൊക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ വാഷ്റൂം വരെ പോകാൻ പറ്റില്ല. സോ അനദർ എന്താണ് അതിന് എന്താ പറയാ ബദലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ ആ ഒരു ഫെസിലിറ്റി ഒരുക്കി വെച്ചിരിക്കണം. റൂം ക്ലീൻ ആയിട്ടുള്ളത്, നീറ്റ് ആയിട്ടുള്ളതാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ മാത്രമല്ല അപ്രോപ്രിയേറ്റഡ് ടൈപ്പ് ഓഫ് ബെഡ് ആയിരിക്കണം, ദാറ്റ് വിച്ച് ക്യാൻ ബി അഡ്ജസ്റ്റഡ് അക്കോർഡിംഗ് ടു ദ ഹൈറ്റ് ഓഫ് ദ ബെഡ്. ബെഡ് എന്ത് ചെയ്യണം? ഹൈറ്റ് അനുസരിച്ചൊക്കെ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബെഡ്. തീരെ ഒരു വയ്യായികം അത്ര അധികം ഒന്നുമില്ല, കുറച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള വല്ല പനി, അപ്പൊ അവർക്ക് തിരികെ പറയും ആ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധാരണ ഒരു എന്താ പറയാ നമ്മുടെ ഗ്രൗണ്ടിന് പാരലൽ ആയിട്ടുള്ള ഒരു ബെഡ് തന്നെ മതിയാകും. പക്ഷെ ചില ആളുകൾക്ക് എന്തെങ്കിലും ബാക്കിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവയവങ്ങൾക്കോ ഒക്കെ കുറച്ച് കൂടുതൽ സിവിയർ ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? നമ്മൾ ഹോസ്പിറ്റൽസിൽ ഇൻപേഷ്യൻസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില ആളുകൾക്ക് ആ ബെഡിന്റെ ഒരു ഭാഗം ഒരു പകുതി വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ സ്ലാൻഡ് പോലെ, അപ്പൊ അവർക്ക് ഇങ്ങനെയൊക്കെ ചാരിയൊക്കെ ഇരുന്ന് എപ്പോഴും കിടക്കേണ്ട ഒരു അവസ്ഥ വരില്ല. ചില ഒത്തിരി നാളുകളായിട്ട് കിടപ്പിലായ രോഗികളൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആയി കഴിഞ്ഞാൽ അവരുടെ അങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ എപ്പോഴും ഇരിക്കും. അത് വളയോ കുനിയോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പോകും കുറെ കഴിയുമ്പോൾ. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അഡ്ജസ്റ്റബിൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബെഡ് ഒക്കെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. ദെൻ ഐഡന്റിഫൈ സെൽഫ് ആണ്. സെൽഫ് സ്വന്തമായിട്ട് അവർക്ക് എന്താ പറയാ അവർക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മളെ തന്നെ നല്ല രീതിയിൽ അവർക്കൊരു നമ്മളെ കുറിച്ചൊരു നല്ല ഒരു ഇമ്പാക്ട് അവരിൽ ഉണ്ടാക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് ദേ ഹാവ് ടു വെൽക്കം ദ പേഷ്യന്റ് വിത്ത് വാംലി അപ്രോച്ച് ആണ്. ഒരു നല്ല വാം വെൽക്കം ആണ് അവരോട് കൊടുക്കേണ്ടത്. അവരെ സമീപിക്കുമ്പോഴും വാം ആയിട്ടാണ്, വളരെ മിതമായ രീതിയിൽ, വളരെ സ്നേഹത്തോടെ, സൗഹൃദത്തോടെ, സന്തോഷത്തോടെ ഒക്കെ അവരെ ഫേസ് ചെയ്യുക, അല്ലെ? ഭയങ്കര റൂഡായിട്ടൊക്കെ പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് വന്നേക്കുന്നത് രോഗവുമായിട്ടാണ്. അപ്പൊ പിന്നെ അത് മാറിപ്പോകാനാണ് അവർ വന്നേക്കണത്. പക്ഷെ അതിന് നമ്മളുടേതായ രീതി ഭാഗത്ത് നിന്ന് നമ്മൾ അവരോട് കുറച്ചുകൂടി റൂഡായിട്ട് റഫായിട്ടൊക്കെ പെരുമാറിയാൽ അവർക്ക് എന്താ പറയാ അവിടെ ഒരു മൈൻഡ് തന്നെ മാറിപ്പോകും. മെന്റൽ സ്ട്രെങ്ത് കിട്ടില്ല, അതുപോലും മാറിപ്പോകും. അപ്പൊ മൈൻഡൊക്കെ ഡള്ളായി പോയാൽ മെന്റൽ സ്ട്രെങ്ത് ഒക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ സിക്നസ് കൂടുതൽ വർദ്ധിക്കുകയുള്ളൂ. എപ്പോഴും പ്ലസന്റ് ആയിരിക്കുക എന്ന് പറയില്ലേ? ചില അസുഖങ്ങളിലും ചില ആൾക്കാർ പുഞ്ചിരിക്കും,
അതെന്താ? അത് നമ്മുടെ രോഗത്തെ നമ്മൾ മറികടക്കാനുള്ള, ഫേസ് ചെയ്ത് അതിനെ അതിജീവിക്കാനുള്ള, അല്ലെ, അതിനെ ഓവർകം ചെയ്യാനുള്ള നമ്മുടെ ഒരു അറ്റംപ്റ്റ് ആണ്. നമ്മളുടെ മൈൻഡ് ഒക്കെ പ്ലസന്റ് ആക്കി വെക്കുക. ഏത് രോഗത്തെയും നമുക്ക് ഫേസ് ചെയ്യാം. എന്തായാലും ഒരു കാര്യമല്ലേ ഉള്ളൂ അവസാനം. അത് എന്തായാലും ആർക്കായാലും എപ്പോഴെങ്കിലും ഉണ്ട്. അതൊക്കെ പുള്ളിക്കാരന്റെ തീരുമാനമാണ്, അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് ഫേസ് ചെയ്യാൻ നോക്കുക. പിന്നെ മേക്ക് ദ പേഷ്യന്റ് കംഫർട്ടബിൾ ഇൻ ബെഡിൽ കിടക്കുമ്പോഴൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ഫീലിംഗ്, അവർക്ക് എന്താ പറയാ ഭയങ്കര ഇറിറ്റേഷൻസ് തോന്നാത്ത രീതിയിൽ ഹോസ്പിറ്റലിലെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബെഡ് ഷീറ്റ്സ് അല്ലെങ്കിൽ കവേഴ്സ് ഒക്കെ വളരെ നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുക. മാത്രമല്ല ചില സമയത്ത് ഇഫ് ദേ വാണ്ട് സം പ്രൈവസി, കുറച്ചു നേരമൊക്കെ പ്രൈവസി ആഗ്രഹിക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ആ രീതിയിൽ അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യുക. അവരൊന്ന് ഒറ്റയ്ക്കൊക്കെ വിട്ടേക്കാം. മീൻസ് അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാന്ന്, ഇടയ്ക്കിടയ്ക്ക് ഓടി ചെല്ലേണ്ട ആവശ്യമില്ല. പേഷ്യൻസിന്റെ സൗകര്യത്തിനനുസരിച്ച് മാത്രം നമ്മൾ അവിടെ നമ്മളുടെ ഒരു സാന്നിധ്യം, പ്രസൻസ് അവിടെ കൊടുക്കുക എന്നുള്ളത്. ദെൻ ലെസൺ ആങ്സൈറ്റി ഓർ ഫിയർ, അവരുടെ എന്താ പറയാ പേടി, പിന്നെ അവരുടെ എന്താ പറയാ മാറുമോ, രോഗം മാറുമോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ആങ്സൈറ്റി ഉണ്ട് അവർക്ക്. അവർ എപ്പോഴും ആങ്ഷ്യസ് ആയിരിക്കും, എന്റെ അസുഖം മാറുമോ, അങ്ങനെയൊക്കെ. അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കണം. നമ്മൾ മീൻസ് കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡേഴ്സും ആൻഡ് അതിനേക്കാൾ കൂടുതൽ പെർസെന്റേജ് ശ്രമിക്കേണ്ടത് നഴ്സുമാരാണ്. അപ്പൊ അവരത് കൃത്യമായിട്ട് അത് പ്രൊവൈഡ് ചെയ്യാം. ദെൻ അടുത്ത പോയിന്റ് എന്താണെന്ന് അറിയാമോ? ഈ നഴ്സസിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി, ഓറിയന്റ് പേഷ്യന്റ്. ഓറിയന്റ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് പേഷ്യൻസ്. അപ്പൊ അറേഞ്ച്മെന്റ് ഓഫ് പേഷ്യൻസിനകത്ത് ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. ലൊക്കേഷൻ ഓഫ് നഴ്സ് സ്റ്റേഷൻ, ഈ പേഷ്യന്റിന് നമുക്ക് പെട്ടെന്ന് വന്ന് എന്തെങ്കിലും പെട്ടെന്ന് ആള് വന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിൽ പെട്ടെന്ന് അത്രയും അടുത്ത് തന്നെ ആയിരിക്കണം നഴ്സിന്റെ ലൊക്കേഷൻ. നഴ്സ് ഒരു സ്ഥലത്ത് ഒരു പേഷ്യന്റിനെ നോക്കേണ്ട നഴ്സ് ഒരു സ്ഥലത്തും ഡിസ്റ്റന്റിൽ ആണ് ഒരു പേഷ്യന്റിനെയും കൊണ്ടിട്ടേക്കണമെങ്കിൽ അത്രയും പെട്ടെന്ന് നമുക്ക് ഓടി അങ്ങോട്ട് എത്താൻ പറ്റില്ല ഏതെങ്കിലും പെട്ടെന്നുള്ള സിറ്റുവേഷൻസിലെ. അപ്പൊ ലൊക്കേഷൻ ഓഫ് നഴ്സിന്റെ സ്റ്റേഷൻ, നഴ്സ് സ്റ്റേഷൻ എവിടെയാണോ അതിന്റെ അടുത്ത് തന്നെയായിരിക്കും ആ പേഷ്യന്റിന്റെ, അല്ലെങ്കിൽ ആ പേഷ്യന്റ് എവിടെയാണോ അതിന്റെ അടുത്തുള്ള സ്റ്റേഷനിലായിരിക്കണം നഴ്സ് ഇരിക്കേണ്ടത്. പിന്നെ റൂമിന്റെ ബൗണ്ടറീസ്, അതും ഒരു പ്രധാന ഘടകമാണ്. പിന്നെ അവരുടെ വസ്ത്രങ്ങളൊക്കെ അടുക്കി വെക്കാനുള്ള സ്റ്റോറേജസ്, അതായത് ക്ലോത്ത് സ്റ്റോറേജ്. പിന്നെ കോൾ ലൈറ്റ്, അല്ലെ, എന്തെങ്കിലും ഇപ്പൊ നമ്മൾ വിളിക്കണം, ആരെ നഴ്സിനെ വിളിക്കണം, അപ്പൊ അതിന് വേണ്ടിട്ട് എന്തെങ്കിലും ബെല്ലോ അല്ലെങ്കിൽ ഒരു ലൈറ്റോ, ഇപ്പൊ അത് തെളിയുമ്പോ അവിടെ ഇന്ന പേഷ്യന്റ് നമ്മളെ അന്വേഷിക്കുന്നുണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ്. ബെഡ് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, ലൈറ്റ് സ്വിച്ചസ് ഒക്കെ കൃത്യമായിട്ടുണ്ടായിരിക്കണം. അതൊക്കെ കൃത്യമായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇന്ന ഇതൊക്കെ ഇത് എന്താ പറയാ ലൈറ്റിന്റേതാണ്, ഇന്ന് ഫാനിന്റേതാണ്, AC-ന്റേതാണ്, അങ്ങനെയൊക്കെ. പിന്നെ ടെലിഫോൺ പോളിസി, ടെലിഫോൺ സൗകര്യമുള്ള, അത് എല്ലാ തരത്തിലുള്ള റൂംസിനെയും കൂടി എന്താ പറയാ ഉദ്ദേശിച്ചിട്ടാണ് ഈ എല്ലാ പോയിന്റും കൊടുത്തേക്കണേ. ചില ഇതിനകത്തൊക്കെ ടെലിഫോൺ പോളിസി ഇല്ലാത്ത ഹോസ്പിറ്റൽസും ഉണ്ട്, റൂമിലൊക്കെ വാർഡിലൊക്കെ അതുകൊണ്ട്, പക്ഷെ ഉള്ളതുകൊണ്ട്. പിന്നെ TV കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ, മീൽ ടൈംസ്, അതൊക്കെ കൃത്യമായിട്ട് ഇൻഫോം ചെയ്തിരിക്കണം. ഇന്ന സമയത്തേക്കാണ് ഫുഡ് വരാ, ആ ഒരു ടൈമിലാണ് ഫുഡ് എത്തുന്നത് അല്ലെങ്കിൽ പോയി വാങ്ങിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. വിസിറ്റിംഗ് അവേഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ആരെങ്കിലും ഒക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെന്ന് വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ ഇന്ന ടൈമിലാണ്, അല്ലാതെ വെറുതെ വന്ന് കാലത്തുടങ്ങി വന്ന് ഗേറ്റിന്റെ ഫ്രണ്ടിൽ നമ്മൾ തളിച്ചു കൂടി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കാര്യങ്ങള്. പിന്നെ ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള്, സേഫ്റ്റി മെഷേഴ്സ്, അതായത് എന്താ പറയാ സേഫ്റ്റി മെഷേഴ്സ് പറഞ്ഞാൽ ഇപ്പൊ ഏതെങ്കിലും തരത്തില് അവിടെയൊക്കെ ഈ എന്താ പറയാ ചിലയിടത്തൊക്കെ ഇങ്ങനെ വഴിയൊക്കെ ഏതെങ്കിലും പ്രത്യേക രീതിയിലൊക്കെ, അപ്പൊ സൈഡ് റെയിൽസ് ഒക്കെ, റെയിൽ പോലെയൊക്കെ ഇങ്ങനെ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യാനൊക്കെ റെയിൽ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എസ്കലേറ്റർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ലിഫ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനകത്തൊക്കെ ആക്സിഡന്റുകളൊക്കെ വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. അപ്പൊ അതിനെ കുറിച്ചുള്ള സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ കൃത്യമായിട്ട് പ്രിക്കോഷൻ ആയിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ ആളുകൾക്ക് അത് ശ്രദ്ധിച്ചൊക്കെ പോകാനും വരാനൊക്കെ പറ്റും. അത് കൂടുതലും പേഷ്യൻസിന് കേട്ടാ. പിന്നെ ഡോക്ടേഴ്സ് വിസിറ്റിന്, ഡോക്ടറെ പോയി എപ്പോഴാണ് കാണേണ്ടത് അതിനെ കുറിച്ച്, പിന്നെ ഏതൊക്കെ ടെസ്റ്റുകളാണ് അവർക്ക് സ്കെഡ്യൂൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ഇന്ന ടെസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചിരിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ ഈ നഴ്സിന്റെ അല്ലെങ്കിൽ ആ പേഷ്യന്റിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ആണ്. Then they have to also gather informations related to, എന്തൊക്കെയൊക്കെ കുറെ ഇൻഫോർമേഷൻസ് അവർക്ക് കളക്ട് ചെയ്യേണ്ടതുണ്ട്. അത് പ്രധാനമായിട്ടും മെഡിക്കൽ ഓർഡേഴ്സ്, എന്തൊക്കെ ഓർഡർ ആണ് മെഡിക്കൽ സംബന്ധമായിട്ട് ഉള്ളത്, ട്രീറ്റ്മെന്റിനെ സംബന്ധിക്കുന്നത്, ലാബ് റിസൾട്ട് ഒക്കെ വന്നു കഴിയുമ്പോൾ അതൊക്കെ ആളുകളെ അറിയിക്കുക, അത് എന്താണെന്ന് എന്നിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക. പിന്നെ ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ ടെസ്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ്, ഡയറ്റ് സംബന്ധമായിട്ടുള്ള ഇൻഫോർമേഷൻസ്, പിന്നെ അവർ ചെയ്യേണ്ട ചില ആക്ടിവിറ്റീസിനെ സംബന്ധിക്കുന്നത്, ചില ആക്ടിവിറ്റീസ് കൂടി ചില പേഷ്യൻസിന് ഡോക്ടേഴ്സ് കൊടുക്കാറുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ ചെയ്യണം എന്നൊക്കെ. അപ്പൊ അത്തരം കാര്യങ്ങൾ, ഇതെല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ള മൊത്തത്തിലുള്ള ഇൻഫോർമേഷൻസിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഷ്യന്റിന് മാത്രമല്ല, ചില പേഷ്യന്റിന് ഒരു ആക്ടിവിറ്റി ഒന്നും ചെയ്യേണ്ട, എന്താ പറയാ നേരെ സമയങ്ങളിൽ
പ്രൊവൈഡ് ചെയ്യുന്ന ഡയറ്റ് അനുസരിച്ചിട്ട് മീൽസ് കഴിക്കുക, റെസ്റ്റ് ചെയ്യുക, രോഗം മാറാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് ഇൻടേക്ക് ചെയ്യുക, ലാബ് ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവുള്ളൂ. ചിലർക്ക് ചില ആക്ടിവിറ്റീസ് പറയും, ചിലപ്പോൾ ചില മെസിൽസ് അല്ലെങ്കിൽ ഓർത്തോ സംബന്ധമായിട്ടുള്ള രോഗങ്ങളായിട്ട് എല്ല് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ രോഗികളൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ചില ആക്ടിവിറ്റീസ്, ചില എക്സസൈസസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഉദാഹരണത്തിന് എന്താ പറയാ, പ്രഗ്നന്റ് ആയിട്ട് അതായത് ഡെലിവറിക്കൊക്കെ വരുന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്ന ചില ഇൻസ്ട്രക്ഷൻസ്, ഇന്ന ആക്ടിവിറ്റി ചെയ്യണം, രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ നടക്കണം, അല്ലെങ്കിൽ നടക്കണം, അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും കിടക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ് ആണ്. അടുത്ത എന്താണ് പ്രിലിമിനറി ഒബ്സർവേഷൻ? അത് അടുത്ത ടോപ്പിക് ആണ്. ഏതിന്റെ? നമ്മൾ പഠിക്കുന്നതെല്ലാം ഇൻപേഷ്യന്റിന്റെ പ്രൊസീജിയേഴ്സ് ആണ്. എന്തൊക്കെ പ്രൊസീജിയർ ഒരു പേഷ്യന്റിനെ, ഒരു ക്ലയന്റിനെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഉള്ളത്, അതിന്റെ ആ ഒരു പ്രൊസീജിയറുകളിൽ പെട്ടതാണ്. അടുത്തത് 6 പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ് ആണ്. പ്രാഥമിക പരിശോധന അതാണ് ഉദ്ദേശിച്ചത്. എന്താണത്? ഒരു കുറച്ചു നേരം ചില പേഷ്യൻസിനെ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഡോക്ടേഴ്സ് ചില ഡോക്ടേഴ്സ് അത് കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. സംടൈംസ് ദേ ഹാവ് ടു മേക്ക് ഐ കോണ്ടാക്ട്. അവരിലേക്ക് ഇങ്ങനെ കുറച്ച് മൊമെന്റ് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണാനായിട്ട്, അതായത് അവരുടെ ഇമോഷണൽ റിയാക്ഷൻസ് കാണാൻ, അവരുടെ പെയിൻ എത്രത്തോളം ഉള്ളിൽ പെയിൻ ഉണ്ട്, അവരുടെ തളർച്ച, ഫാറ്റിഗ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കുറച്ചു നേരം ആദ്യം തന്നെ ചെല്ലുമ്പോൾ തന്നെ അന്തരോഗം എന്ന് ചോദിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് ശ്രദ്ധിക്കും. അപ്പൊ അത് ഒരു പ്രാഥമിക നിരീക്ഷണമാണ്, പ്രാഥമിക പരിശോധനയുടെ ഒരു അടയാളമാണത്. അപ്പൊ എല്ലാ രോഗികൾക്കും അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ചില രോഗങ്ങൾക്ക് അപ്പൊ എത്രത്തോളം പെയിൻഫുൾ ആ പെയിൻ നമുക്കറിയാം, അത് വിൽ ബി റിഫ്ലക്റ്റഡ് ഇൻ ഓൺ അവർ ഫേസ്. നമ്മുടെ മുഖത്ത് അത് എന്തായാലും തെളിഞ്ഞു കാണും. കാരണം എന്താ? നമ്മളുടെ മുഖമാണ് മനസ്സിന്റെ കണ്ണാടി എന്നൊക്കെ പറയില്ല. അപ്പൊ എത്രത്തോളം അകത്ത് നമ്മൾ വേദന കടിച്ചമർത്താൻ ശ്രമിച്ചാലും ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് ഓൺ അവർ ഫേസ്. നമ്മളുടെ കണ്ണുകളിലും മുഖത്തൊക്കെ അത് എക്സ്പ്രസ് ആകും, നമ്മൾ അറിയാതെ തന്നെ അത് അറിയാം. അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ആ പ്രിലിമിനറി ഒബ്സർവേഷൻ പേഷ്യൻസിന്റെ നടത്തേണ്ടത്. പിന്നെ ഇനി എന്താണ്? ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ. ഇനി ഏതെങ്കിലും തരത്തില് ചില പേഷ്യൻസ് ഇങ്ങനെ സ്കിന്നിന്റെ ഒക്കെ കളറ് പെട്ടെന്ന് ചേഞ്ച് ചെയ്തു. അതുപോലെ ജോണ്ടിസ് അറിയാലോ, എന്താ രോഗം? ജോണ്ടിസ് എന്ന് പറഞ്ഞ രോഗമൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? അതെ, മഞ്ഞപ്പിത്തം. പിന്നെ സൈനോസിസ്, അതും അതുപോലെ തന്നെ ഡിസ്കളറേഷൻ തന്നെയാണ് കേട്ടോ. സ്കിൻ ഡ്യൂ ടു പുവർ സർക്കുലേഷൻ ഓർ ഇനാഡക്വേറ്റ് ഓക്സിജനേഷൻ ബ്ലഡിലെ ശരിയായിട്ട് ഓക്സിജന്റെ കണ്ടന്റ് അകത്തേക്ക് ബ്ലഡിലേക്ക് പ്രവേശിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന സ്കിൻ ഡിസ്കളറേഷനെയാണ് നമ്മളത് വിളിക്കുക. പിന്നെ ജോണ്ടിസ്, മഞ്ഞപ്പിത്തം, ഫേഷ്യൽ പാരാലിസിസ്, ചിലപ്പോ ചിലർക്ക് ഇങ്ങനെ മുഖമൊക്കെ ഒരു വശത്തേക്കൊക്കെ കോടി ഇങ്ങനെയൊക്കെ പോകൂലേ, ഇതൊക്കെ അവിടെ ശ്രദ്ധിക്കണം. ഈ പ്രിലിമിനറി എക്സാമിനേഷനിൽ അല്ലെങ്കിൽ ഒബ്സർവേഷൻസിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം. അതിനുശേഷം കുറച്ചുകൂടി നല്ലൊരു കെയർ ക്ലയന്റിന് കൊടുത്തിട്ട് ബാക്കിയുള്ള ഒബ്സർവേഷൻസിലേക്ക് പോകാം. അപ്പൊ പ്രിലിമിനറി ഒബ്സർവേഷൻ എന്തായാലും ഡോക്ടേഴ്സ് പേഷ്യൻസിന് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ അതാണ് 6ാമത്തെ പോയിന്റ്, പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ്. അപ്പൊ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ പറയുന്ന കാര്യങ്ങൾ ഓരോ പോയിന്റ് വൈസ് ഇവര് ചെയ്യണം എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വൺ ആണ് 7th പോയിന്റ് ആണ് എന്ത്? ചാർട്ടിങ് ആണ്. ഇത് ചാർട്ടിങ് എന്ന് പറഞ്ഞാൽ ചാർട്ട് ചെയ്യാന്നൊക്കെ പറയില്ലേ നമ്മള്, ഇത് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് പോലെ തന്നെ ചാർട്ടിങ് ആണ്. പേഷ്യൻസിന്റെ ഫസ്റ്റ് വൺ ഈസ് റെക്കോർഡ് ഓൾ ദ ബേസിക് ഇൻഫർമേഷൻ അബൌട്ട് ദ പേഷ്യൻസ്. പേഷ്യന്റിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യുക. രോഗം എന്താണെന്ന് ഫർദർ അറ്റം വരെ എല്ലാ കാര്യവും ഫ്രം ബിഗിനിങ് ടു എൻഡ് വരെ ഇവരിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻഫർമേഷൻസിൽ നിന്ന് വരെ നമുക്ക് രോഗത്തിന്റെ ഗതിവിഗതികളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ബേസിക് ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്യാം, ഇൻഫർമേഷൻസ് അറിഞ്ഞ് റെക്കോർഡ് ചെയ്യാം. പിന്നെന്താണ്? ക്ലിയർലി മെൻഷൻ അഡ്മിഷൻ ഡേറ്റ്, കൃത്യമായിട്ട് എന്നാണ് അവരെ അഡ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയാ, ടൈം, പേഷ്യന്റ് ഡീറ്റെയിൽസ്, കംപ്ലൈൻസ്, എന്തെങ്കിലും തരത്തിലുള്ള സമയവും വേണം, എന്നാണ് ഡേറ്റും വേണം, സമയവും വേണം. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള പേഷ്യൻസിന് കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യണം. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അലർജീസ് ഉണ്ടെങ്കിൽ അത് എന്താ പറയാ നോട്ട് ചെയ്യണം. പിന്നെ പേഷ്യന്റിന്റെ മെന്റൽ സ്റ്റേറ്റസ്, മാനസികാവസ്ഥ, അതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ? നോർമൽ ആണെങ്കിൽ കുഴപ്പമില്ല, ചില ആളുകൾ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് ചിലപ്പോൾ സംസാരിക്കുന്ന രീതിയൊക്കെ മാറിപ്പോകും. അപ്പൊ അവർ ഏത് രീതിയിലാണ് ആ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ ഉള്ളത് അതൊക്കെ ആദ്യമേ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കാം. പിന്നെ അഡ്മിഷൻ രജിസ്റ്റർ കീപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് ബുക്ക്, റിപ്പോർട്ട് ബുക്ക്, മെഡിക്കൽ ലീഗൽ കേസ്, MLC, അതാണ് മെഡിക്കൽ ലീഗൽ കേസ് എന്ന് പറയുന്നത്. പിന്നെ രജിസ്റ്റേഴ്സ്, അതിന്റെ രജിസ്റ്റർ, പിന്നെ അപ്ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമയങ്ങളിലും ആ പേഷ്യന്റിന്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണെന്ന് അപ്ഡേറ്റ് ചെയ്ത് അവിടെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാം. പിന്നെ എന്താ പറയാ, നഴ്സസ് നോട്ട്സ്,
നഴ്സുമാരും അവരുടെ ആ പേഷ്യന്റ് അവര് ശുശ്രൂഷിക്കുന്ന ആ പേഷ്യന്റിനെ കുറിച്ച് ചില നോട്ടുകളൊക്കെ തയ്യാറാക്കി വെക്കുക. അവർ കണ്ടെത്തിയ ചില കാര്യങ്ങൾക്ക് അവർ നോട്ടായിട്ട് അവർ തയ്യാറാക്കി വെച്ചാൽ ഈച്ച് ആൻഡ് എവറി ടൈം ദ ഡോക്ടേഴ്സ് വിൽ നോട്ട് കം. അല്ലെ, പേഷ്യന്റിനെ നോക്കാനായിട്ട് എല്ലാ സമയത്തും ഇങ്ങനെ 24 മണിക്കൂർ ഡോക്ടേഴ്സ് വരില്ല. ഡോക്ടേഴ്സിനെ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ അങ്ങോട്ട് വരേണ്ട ആവശ്യമുള്ളൂ. പിന്നെ റൗണ്ട്സിന് വരുമ്പോൾ വന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ പോകും. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ നഴ്സസ് ആണ്. നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോഴൊക്കെ അറിയാലോ, നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് അവരെങ്ങനെയൊക്കെ ഓരോ സമയത്ത് വന്നിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ. ഇപ്പൊ നമ്മളെ തന്നെ ഏൽപ്പിച്ചേക്കാണെങ്കിൽ നമ്മൾ തന്നെ കൊടുക്കും. അവർ എന്നാലും വന്ന് അന്വേഷിക്കും ചില കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫിസിക്കൽ അസസ്മെന്റ് ബൈ റിവ്യൂയിങ് സിസ്റ്റം, അതായത് അവരുടെ എന്താ പറയാ ഭൗതികമായിട്ടുള്ള അസസ്മെന്റ്, ഹെൽത്ത് കണ്ടീഷൻസ്, നടക്കാൻ പറ്റുന്നുണ്ടോ, ഇരിക്കാൻ പറ്റുന്നുണ്ടോ, കിടക്കാൻ പറ്റുന്നുണ്ടോ, ശരിയാണ്, അങ്ങനെയുള്ള ഫിസിക്കൽ അസസ്മെന്റ് ഒക്കെ കൃത്യമായിട്ട് അവർ വ്യൂ ചെയ്തിട്ട് നോക്കിയിട്ടാണ് കണ്ടെത്തുക. പേഷ്യന്റിന്റെ കംഫർട്ട് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം സൗകര്യമൊക്കെ ശരിയായ രീതിയിൽ ഇവിടെ കിട്ടുന്നുണ്ടോ, അത് അസസ് ചെയ്യാം. കളക്ട് ഇൻഫോർമേഷൻ ഫോർ ഡാറ്റാബേസ്, ഇനി അവർക്ക് അത് റെക്കോർഡിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ സിസ്റ്റത്തിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട്, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ ഈ ചാർട്ടിങ്ങിന്റെ ഭാഗമാണ്. ഇതെല്ലാം ചാർട്ടിങ് ആണ്, ഒക്കെ രേഖപ്പെടുത്തി വെക്കേണ്ടതാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തതൊക്കെ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത്, അതിനെയാണ് നമ്മൾ ചാർട്ടിങ് എന്ന് വിളിക്കുക. Then the next one, follow orders by the consultant. എട്ടാമത്തെ പോയിന്റ് ആണ് OPD-യിൽ നിന്നും IPD-യിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രൊസീജിയേഴ്സിൽ എട്ടാമത്തെ പോയിന്റ് ആണ് follow orders by the consultants. If any tests are prescribed by the doctors, the nurse must take the arrangements or orientations to carry out that lab test. ഏതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക കൺസൾട്ടന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ, നടത്തപ്പെടാനുള്ള അറേഞ്ച്മെന്റാ ചെയ്യേണ്ട. നഴ്സ് അല്ലായിരിക്കും ടെസ്റ്റ് ചെയ്യാം, ലാബ് ടെക്നീഷ്യൻസ് ആണ് ലാബിൽ കൊണ്ടുപോയി അത് കൊടുക്കാനുള്ള അതിനുള്ള അറേഞ്ച്മെന്റുകൾ. ഇത് ഇന്ന സ്ഥലത്ത് ഇന്ന പേഷ്യന്റ് ഉണ്ട്, അവരുടെ ഇന്ന ടെസ്റ്റ് എടുക്കാനുണ്ട് എന്നുള്ള കാര്യം അപ്പൊ കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റാഫ് വന്ന് അത് കളക്ട് ചെയ്തിട്ട് പോകും. അവിടെ വന്നിട്ട് കൊടുക്കേണ്ടതാണെങ്കിൽ ലാബിലേക്ക് വരും, അവിടെ ചെന്നിട്ട് എടുക്കാനുള്ളതാണെങ്കിൽ പറ്റാവുന്ന പേഷ്യൻസിനെ അവിടെ കൊണ്ടുപോയിട്ട് എടുക്കാം. അല്ലാത്തവർക്ക് അവിടെ നിന്ന് സ്റ്റാഫ് ഇവിടെ വന്ന് അത് കളക്ട് ചെയ്ത് ടെസ്റ്റുകളൊക്കെ നടത്താനുള്ള അറേഞ്ച്മെന്റ് നടത്തണം. അത് കൃത്യമായി സമയങ്ങളിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാകും. അപ്പൊ ആ പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമായിട്ട് ക്യാരി ഔട്ട് ചെയ്യുക എന്നുള്ളത് ആ നഴ്സിന്റെ ഒരു ഡ്യൂട്ടിയാണ്. ഇനി 9ാമത്തെ പോയിന്റ് ആണ് കെയർ ഓഫ് വാല്യുബിൾസ് ആൻഡ് ക്ലോത്തിങ്. നമ്മൾ പറഞ്ഞു അവിടെയുള്ള എല്ലാ മെറ്റീരിയൽസും വാർഡിലോ അല്ലെങ്കിൽ റൂംസിലോ ഒക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റ് ഈസ് വെയറിംഗ് ദ ഹോസ്പിറ്റൽ ഡ്രസ്. നമുക്ക് ചില സമയത്ത് ഹോസ്പിറ്റലിലെ ഡ്രസ്സ് അവർക്ക് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ചില സർജിക്കൽ പ്രൊസീജിയേഴ്സ് കൊണ്ടുപോകുമ്പോ അങ്ങനെയൊക്കെ അവരുടെ ഡ്രസ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ആ പേഷ്യൻസിന്റെ ക്ലോത്ത്സ് എന്ത് ചെയ്യണം, ഷുഡ് ബി നമുക്ക് അന്നേരം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സർജറി ഉണ്ട്, ഇൻപേഷ്യന്റിനെ കൊണ്ടുപോയി നടത്തി അവിടെ കൊണ്ടുപോയി അല്ലെങ്കിൽ കയ്യിലോ കാലിലോ ഒക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ട്, അപ്പൊ അവരുടെ ക്ലോത്ത് പ്രൊവൈഡ് ചെയ്തു. അപ്പൊ നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഒരെണ്ണം ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് റിലേറ്റീവ്സിനോ ആരാണോ നിൽക്കുന്നത് അവരുടെ കയ്യിലേക്ക് അത് ഏൽപ്പിക്കാം. If the relative is not present at that time, ആ സമയത്ത് അവിടെ റിലേറ്റീവ് ഒന്നും ഇല്ല എങ്കിൽ the clothes should be numbered and kept or labeled and to be kept in a store up to the time when it is handed over to the relatives. അതായത് നമ്മൾ അങ്ങനെ മാറുന്ന സമയത്ത് പേഷ്യന്റിന്റെ ആരുമില്ല, വിളിച്ചു ഇന്നാളുടെ പേര് വിളിച്ചിട്ട് ആളെ കണ്ടില്ല, സോ അത് എന്ത് ചെയ്യണം, കൊണ്ടുപോയി നമ്പർ ഇട്ട് അല്ലെങ്കിൽ പേഷ്യന്റിന്റെ പേരൊക്കെ എഴുതി ലേബൽ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. റിലേറ്റീവ്സ് എപ്പോഴാണോ വരുന്നത് അപ്പൊ അത് തിരിച്ചേൽപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഇവർക്കുണ്ട്. തോന്നിയ പോലെയൊന്നുമല്ല. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ വിളിച്ചപ്പോ കണ്ടില്ലല്ലോ, അവിടെ വെലോട് ഇട്ടിട്ടുണ്ടാവും എന്നൊക്കെ അങ്ങനെ റൂഡായിട്ട് റിലേറ്റീവ്സിനോട് പേഷ്യൻസിനോട് പെരുമാറാൻ പാടില്ല. ഇറങ്ങുമ്പോൾ ചോദിക്കും, ചിലപ്പോൾ ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള ചിലപ്പോൾ ഡ്രസ്സ് ആയിരിക്കും അവർ ഇട്ടിരുന്നത്. എത്ര വാല്യൂബിൾ അല്ല എങ്കിലും നമ്മൾ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സ് പിന്നീട് നമ്മൾ ചോദിക്കുമല്ലോ എന്തായാലും. അപ്പൊ അത് അവർക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. അപ്പൊ അത് നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ ഇട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ റിലേറ്റീവ്സിനെ വിളിച്ചിട്ട് കിട്ടിയില്ല കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാൻ പാടില്ല. ഹോസ്പിറ്റൽസിന്റെ ഇൻപേഷ്യൻസിനെ നോക്കുന്ന ഈ ഒരു കൂട്ടത്തിൽ ഈ ഒരു കെയറിങ്ങും അവർക്ക് കൊടുക്കുന്ന കെയറിങ് പോലെ തന്നെ അവരുടെ വാല്യൂബിൾസിനും അവരുടെ ക്ലോത്തിങ്ങിനും ഒക്കെ ഇതുണ്ട്. അപ്പൊ അതൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ഇഫ് ഹി കീപ് സംതിങ് വിത്ത് ഹിംസെൽഫ് വിത്ത് ഹിസ് ഓൺ ഹിസ് റിസ്ക്. ഇനി ഇങ്ങനെ ലേബൽ ചെയ്തില്ല, നമ്പർ ചെയ്തില്ല, സ്വന്തമായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചു, ലേബലൊന്നും ചെയ്യാണ്ട് എവിടെയെങ്കിലും കൊണ്ടുവച്ചു, പിന്നീട് അവരത് അന്വേഷിച്ച് വരുമ്പോ ഈ പറഞ്ഞ സാധനം കണ്ടില്ലെങ്കിൽ അത് നമ്മുടെ റിസ്ക് ആണ്. നമ്മുടെ എന്ന് പറഞ്ഞാല് ആ പറയുന്ന റെസ്പെക്റ്റീവ് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആ ഒരു സ്റ്റാഫിന്റെ ഒരു റിസ്ക് ആണ്. അവര് അത് എന്താന്ന് വെച്ചാൽ അവര് പറയുന്ന പോലെ ചെയ്യേണ്ടി വരും. ആര് പറയുന്ന പോലെ ചെയ്യേണ്ടി വരും? അവിടെ ഈ റിലേറ്റീവ്സ് പറയണം അല്ലെങ്കിൽ പേഷ്യന്റ് പറയണം എനിക്കത് കിട്ടാത്ത നിവർത്തിയില്ല, എനിക്കത് വേണം എന്ന് അവർ വാശി പിടിച്ചാൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് ദേ ഹാവ് ടു സഫർ. അവരാണ് സഫർ ചെയ്യേണ്ടത്.
ആൻഡ് ദ ലാസ്റ്റ് പോർഷൻ അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒ പി ഡിയിൽ നിന്നുള്ള അഡ്മിഷനെ കുറിച്ചിട്ട് വരുന്ന പ്രൊസീജിയേഴ്സ് ആണ്. ഒ പി ഡിയിൽ നിന്നും ഹൗ ദ പേഷ്യൻസ് ആർ കെപ്റ്റ് ഓർ അഡ്മിറ്റഡ് ആസ് ആൻ ഇൻപേഷ്യന്റ്, അതിന്റെ പ്രൊസീജിയേഴ്സ് ആണ് ഈ 8-9 പോയിന്റുകൾ നമ്മൾ പറഞ്ഞത്. ഇനി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇഫ് ദ പേഷ്യൻസ് ആർ അഡ്മിറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ, അപ്പൊ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ലാസ്റ്റ് ഭാഗമാണ് നമ്മളുടെ. സോ നോക്കാം നമുക്ക് when they get confirmation. അപ്പൊ ഈ പേഷ്യന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരെ എത്തിയുള്ളൂ. ആൻഡ് ക്യാമ്പസിൽ, ഹോസ്പിറ്റൽ ക്യാമ്പസിൽ കയറി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തി. അന്ന് എന്താണ് ചെയ്യേണ്ടത്? they have to call for the ward boys. എന്തിനാണ്? ഈ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല വാർഡ് ബോയ്സിനെയോ അങ്ങനെ പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ വിളിക്കാം. സോ ദാറ്റ് ദ പേഷ്യൻസ് ക്യാൻ ബി ലിഫ്റ്റഡ് ഫ്രം ദ ആംബുലൻസ് ടു സ്ട്രക്ചർ. എന്ത് ചെയ്യാം? ആംബുലൻസിൽ നിന്ന് സ്ട്രക്ചറിലേക്ക് പെട്ടെന്ന് മാറ്റാം. അവരെ പെട്ടെന്ന് അഡ്മിറ്റ് ചെയ്യേണ്ടവരാണെങ്കിൽ, എമർജൻസി സിറ്റുവേഷനിൽ കൊണ്ടുവരുന്നവരാണെങ്കിൽ, നമ്മൾ പറഞ്ഞല്ലോ റുട്ടീൻ അഡ്മിഷനും എമർജൻസി അഡ്മിഷനും 2 രീതിയിലാണുള്ളത്. അപ്പൊ എമർജൻസി ആയിട്ട് കൊണ്ടുവന്നവരെ പിന്നെ അവിടെ എവിടെയെങ്കിലും കുറെ നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് സമയം ലാഗാക്കാൻ പറ്റില്ല. അപ്പൊ വേഗം തന്നെ അവരെ ആംബുലൻസിൽ നിന്ന് നേരിട്ട് സ്ട്രെച്ചേഴ്സിലേക്ക് മാറ്റണം. അല്ലാണ്ട് അവിടെ കൊണ്ടുപോയി കുറെ നേരം ഇട്ടു, ഇപ്പുറത്ത് കൊണ്ടുപോയി കുറെ നേരം ഇട്ടു, എടുത്ത് പൊക്കിയൊക്കെ അങ്ങനെ വേണ്ട. ഇത് എമർജൻസി വന്നേക്കുന്നത് ആയതുകൊണ്ട് സ്ട്രെച്ചേഴ്സ് തന്നെ യൂസ് ചെയ്ത് വാർഡ് ബോയ്സിനെ വിളിച്ച് അവരെ എടുപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് they have to give a call to the medical officer. ഇയാളെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഒരു മെഡിക്കൽ ഓഫീസറെ പെട്ടെന്ന് തന്നെ അറിയിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രൊസീജിയർ. ആഫ്റ്റർ ദ മെഡിക്കൽ ഓഫീസർ എക്സാമിൻസ് ദ പേഷ്യന്റ്. മെഡിക്കൽ ഓഫീസർ വന്നു, എക്സാമിൻ ചെയ്യുന്നു, പരിശോധിക്കുന്നു. ദ പേഷ്യന്റ് they ask him to where they have to be shift as a patient. അത് കഴിഞ്ഞിട്ട് അവരായിരിക്കും പറയാം, മെഡിക്കൽ ഓഫീസർ പറയും എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന്. റൂംസിലേക്ക് നേരെ പോണോ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക് ആദ്യം പോണോ? അല്ലെ, ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്കൊക്കെ ആണെങ്കിൽ കൺഫേം ആണ്, അവർ അഡ്മിറ്റ് ചെയ്യേണ്ടവരാണ്. അഡ്മിഷന്റെ ഒരു രീതിയിൽ, അല്ലാണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ഓടിക്കൊന്നൊന്നും പറയില്ലല്ലോ. അപ്പൊ അവര് നിരീക്ഷിക്കേണ്ടി വരും ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയാണ് അവര് മെഡിക്കൽ ഓഫീസേഴ്സ് വിൽ സജസ്റ്റ് വെദർ ദേ ഹാവ് ടു ബി ഷിഫ്റ്റഡ്, എവിടേക്ക് അവരെ കൊണ്ടുപോകണം അവരായിരിക്കും സജസ്റ്റ് ചെയ്യാം. പിന്നെ ജനറലി ദേ ഷിഫ്റ്റ് ദ, സാധാരണ ഇത്തരം എമർജൻസി സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുവരുമ്പോൾ സാധാരണയായിട്ട് ICU-ലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദ പേഷ്യൻസ് ബിക്കം സ്റ്റേബിൾ, സാധാരണ നോർമൽ സ്റ്റേജിലേക്ക് വന്നു കഴിയുമ്പോൾ only then the patient will be shifted to the concerned ward or rooms. അവരെ കൊണ്ടുപോകേണ്ട റൂമിലേക്കോ വാർഡുകളിലേക്കോ അതിനുശേഷം മാത്രമേ കൊണ്ടുപോകുള്ളൂ. എമർജൻസിയിൽ വരുന്നവരൊക്കെ ആദ്യം തന്നെ ICU-ലേക്ക് ആദ്യം തന്നെ ഓടിച്ച് അങ്ങോട്ടേ കയറ്റാം. അവിടെ ഒരു എക്സാമിനേഷൻസ്, അവിടുത്തെ വീക്ഷണങ്ങളൊക്കെ പരിശോധനകളൊക്കെ കഴിഞ്ഞതിന് സ്റ്റേബിൾ ആയതിനു ശേഷം ഓടി അങ്ങോട്ട് പിന്നെയും അതേ കണ്ടീഷനിൽ കിടക്കുന്ന പേഷ്യന്റ് യാതൊരു റിക്കവറിങ്ങും ഇല്ല എങ്കിൽ ഓടിച്ചു കൊണ്ടുപോയി വേഗം കൊണ്ടുപോയി മുറിയിലിട്ടാന്നൊന്നും പറയില്ല. അത് സ്റ്റേബിൾ ആക്കി മെഡിസിൻസിലൂടെയോ അവർക്ക് കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡുകളിലൂടെയോ അവരെ ഒരു സ്റ്റേബിൾ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ഷിഫ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് ഓർക്കുക. ആഫ്റ്റർ കൗൺസിലിംഗ് വിത്ത് ദ കൺസൾട്ടൻസ്, അതിനുശേഷം ഡോക്ടേഴ്സുമായിട്ടൊക്കെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ഒക്കെ കൺസൾട്ട് ചെയ്തു, അവരുമായിട്ടുള്ള ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പെർമിഷൻ ഓഫ് ദ സെയിം ഡേ ഡു രജിസ്ട്രേഷൻ പേഷ്യന്റ്. അതിനുശേഷമാണ് അവർക്ക് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാനുള്ള രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് IPD രജിസ്റ്ററിൽ അവരുടെ പേര് സേവ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയറിലും എന്ന് വെച്ചാൽ അവരുടെ സിസ്റ്റത്തിലേക്കും ആളുടെ പേരും അഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ ഡാറ്റകളൊക്കെ കൊടുക്കുന്നു എന്നുള്ളതാണ്. Then അത് കഴിഞ്ഞ ശേഷം they have to fill the patient's consent form. മറ്റേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്. കൺസെന്റ് ഫോം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, ഒപ്പിടിപ്പിക്കണം അല്ലെങ്കിൽ ഫില്ല് ചെയ്യിപ്പിക്കണം. ആഫ്റ്റർ ടെല്ലിംഗ് ദ പർപ്പസ് ആൻഡ് മീനിങ് ഓഫ് ഫോം ഗെറ്റ് ഇറ്റ് സൈൻഡ് ബൈ ദ പേഷ്യൻസ് ആൻഡ് റിലേറ്റീവ്സ്. വെള്ള കടലാസിൽ കൊണ്ടുപോയി ഒപ്പിടിക്കണം എന്നല്ല പറഞ്ഞ്, എന്താണ് ഈ പേപ്പറിൽ എഴുതാൻ പോകുന്നത്, ഇതെന്തിനു വേണ്ടിയിട്ടുള്ള കൺസെന്റ് ആണ്, സമ്മതമാണ് എന്ന് വ്യക്തമായിട്ട് റിലേറ്റീവ്സിനെ അറിയിച്ചിരിക്കണം. മനസ്സിലായി? പേഷ്യന്റിനോട് പറയാൻ പറ്റുമെങ്കിൽ അങ്ങോരോട് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സിന് ചില കാര്യങ്ങൾ നമ്മൾ ഡയറക്റ്റ്ലി പേഷ്യൻസിനോട് പറയില്ലല്ലോ. അതുകൊണ്ട് റിലേറ്റീവ്സിനെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞിരിക്കണം. അല്ലാതെ ഒന്നും പറയാതെ വേഗം വേഗം ഒപ്പിട്ട് ഇപ്പൊ തന്നെ സർജറി ചെയ്യാനുള്ളത്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് അവരെ അറിയിക്കുക ആദ്യം. അതിനുശേഷം they have to അവരുടെ കൺസെന്റ് അവരെ അറിയിക്കുന്നത് അവരുടെ സിഗ്നേച്ചറിലൂടെ ആയിരിക്കും. Then send the file to the patient to the corresponding ward. അതിനുശേഷം ഈ ഫയലുകൾ കറസ്പോണ്ടിങ് വാർഡിലേക്ക് എവിടെയാണോ നമ്മുടെ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് മെഡിക്കൽ ഓഫീസർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അക്കോർഡിംഗ് ടു ദാറ്റ് ആ കറസ്പോണ്ടിങ് വാർഡിലേക്ക് ഈ ഫയലും പേഷ്യന്റും ഒക്കെ ആയിട്ട്
പോട്ടെ, അതിനുശേഷമായിരിക്കും അവിടെ അങ്ങോട്ട് വിടാം. ഇനി ആഫ്റ്റർ ദാറ്റ് കൺഫേമിംഗ് ദ ഫയൽ ദ പേഷ്യന്റ് ഈസ് റിസീവ്ഡ് ബൈ മെഡിക്കൽ ഓഫീസർ ഓഫ് ദ കറസ്പോണ്ടിങ് വാർഡ്. അതിനുശേഷം ഈ ഫയലോടൊപ്പം നമ്മുടെ മെഡിക്കൽ ഓഫീസറിന്റെ നിർദ്ദേശപ്രകാരം എന്ത് ചെയ്യുന്നു, മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യുന്നു, ഇവരുടെ ഫയലും മറ്റു കാര്യങ്ങളും വാർഡിലേക്ക് മാറ്റിയതിനു ശേഷം ആ ഫയലും മറ്റു കാര്യങ്ങളൊക്കെ മെഡിക്കൽ ഓഫീസറുടെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അവരത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അവർ കൺഫേം ചെയ്തതിന് ശേഷം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവർ ചെക്ക് ചെയ്ത് മെഡിക്കൽ ഓഫീസറുടെ കയ്യിലേക്ക് കൊടുത്ത് അതിനുശേഷം കറസ്പോണ്ടിങ് വാർഡിലേക്ക് അവർക്ക് അത് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം അഡ്മിഷൻ പ്രൊസീജിയർ ഫ്രം ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില പ്രൊസീജിയേഴ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞത്. സോ ദാറ്റ് ഇന്ന് നമ്മൾ എടുത്തുകൊണ്ടിരുന്ന ഇൻപേഷ്യന്റ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നമ്മളിവിടെ തീർന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്റെ ഒരു ടോപ്പിക് ഞാൻ എടുത്തത് അത് തീർത്തിട്ടുണ്ട്. ആഫ്റ്റർ ഇന്ന് ഈ ക്ലാസ് ചെയ്യുമ്പോൾ ജിഷാമിസിന്റെ ക്ലാസ് ഉണ്ട് 11:30 ജിഷാമിസും ഏകദേശം ഐ തിങ്ക് ടീച്ചറിന്റെ ചാപ്റ്റർ കവർ ചെയ്ത് തീർക്കും എന്നാണ് തോന്നുന്നത്. പിന്നെ രമ്യ ടീച്ചറിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ഒരു ചാപ്റ്റർ കൂടി ഉള്ളൂ. അത് കുറച്ചൊക്കെ എടുത്തു തുടങ്ങിയായിരുന്നു അല്ലേ? തുടങ്ങി അല്ലെ? ഒരു 5-6 പേജ് കൂടി ഉണ്ട്. അടുത്തൊരു ക്ലാസ് ഒരു കുറച്ച് 2 hours കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ജിഷാമിസ് എടുത്തതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ അതും കംപ്ലീറ്റഡ് ആകും. അതിനുശേഷം നിങ്ങൾക്ക് എന്താ പറയാ സ്റ്റഡി ലീവും അല്ലെങ്കിൽ എക്സാമും ഒക്കെ രീതിയിലായിരിക്കും വരിക. ഓക്കെ, അപ്പൊ എന്താ എക്സാം എന്നായിരിക്കും ഡേറ്റ്? നാളത്തെ ക്ലാസ്, നാളത്തെ എക്സാം നാളത്തെ കൂടി ആൾക്ക് എടുക്കാനുണ്ടല്ലോ. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ഇത് കൂടി നോക്കിയിട്ടായിരിക്കും നമ്മൾ ഡേറ്റ് പറയാം. നാളെ എന്തായാലും പറയിപ്പിക്കാം കേട്ടോ. ഞാൻ ചോദിച്ചിട്ട് ഒന്നുകൂടി നാളെ ജൂണിലേക്ക് കൊടുക്കുവോ? ജൂണിലായിരിക്കോ? ജൂണിൽ എന്ന് പറയുമ്പോ അങ്ങനെ കുറെ വൈകുന്നു പോലെ. എന്തായാലും ഒന്നുകിൽ മെയ് ലാസ്റ്റ് ഓർ ജൂൺ ഫസ്റ്റ് വീക്കില് ആദ്യം തന്നെ ആയിരിക്കും കേട്ടാ. ഇംഗ്ലീഷിന്റെ ക്ലാസ് കിട്ടുമോ മിസ്സേ? ഇംഗ്ലീഷ് ഇനി ഇല്ലാന്ന് തോന്നണേ. ഇംഗ്ലീഷിന്റെ ഒരുവിധം പാർട്സ് കാര്യങ്ങളൊക്കെ സാറ് പഠിപ്പിച്ച കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഇംഗ്ലീഷുകൾ തന്നെ ഉള്ളൂ. ഇനി ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ടാവാൻ വഴിയില്ല. ഇംഗ്ലീഷ് അത്രേ ഉള്ളൂ. ആ ഒരു അത്രയും ടോപ്പിക് നിങ്ങൾ കവർ ചെയ്താൽ മതി കേട്ടാ. കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തപ്പോൾ മിസ് പറഞ്ഞത് ഒരു ക്ലാസ് കൂടെ തരുവന്നേ. ആണോ? റിപ്പോർട്ടഡ് സ്പീച്ചും ആക്റ്റീവും പാസീവും വോയിസ് അത് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആക്കി തരുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞോ? റിപ്പോർട്ടഡ് സ്പീച്ചോ? അത് ഒരു പോർഷനൂടെ എങ്ങനെ ഒന്ന് ക്ലിയർ ആകും, നല്ലതായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നേ. ആണോ? അപ്പൊ ഒന്നുകൂടെ ക്ലിയർ ആക്കി തരുമെന്ന് മിസ് പറഞ്ഞു. ചോദിക്കട്ടെ കേട്ടാ, ഞാൻ ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതുകൂടി ചോദിക്കട്ടെ. എന്നിട്ട് ഞാൻ നാളെ ക്ലാസ്സിൽ പറയാം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്ലാസ് കഴിയാറാവുമ്പോഴേക്കും ജിഷാമിസിന്റെ ക്ലാസ് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് പറയാം കേട്ടാ. ഒരു ക്ലാസ് കൂടെ കിട്ടിയ ഉപകാരമായിരുന്നു മിസ്സേ. ആണല്ലേ? ഓക്കെ, നമുക്ക് പരിഗണിക്കാം, കുഴപ്പമില്ല. ചോദിക്കട്ടെ ഞാൻ. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പഠിക്കുക. ഇനി ചിലപ്പോ നമ്മള് ഇനി അടുത്ത ക്ലാസ്സുകളിലൊക്കെ കാണുമെന്ന് വരില്ല. ഇനി ചിലപ്പോൾ നമ്മൾ കാണുന്നത് ചിലപ്പോൾ എക്സാമിനായിരിക്കാം. ഈ ഒരു ഇൻഫർമേഷൻ ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് പാസ് ചെയ്യാനായിട്ട് വരാം. പക്ഷെ നമുക്കത് ഇടയ്ക്ക് ആരെങ്കിലും ക്ലാസ്സിൽ ഇടയ്ക്ക് കയറിയിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് അത് ഇൻഫോം ചെയ്യാൻ വേണ്ടി വരാൻ പറ്റുക. അപ്പോ നിങ്ങൾ ബാക്കിയുള്ള എല്ലാ ഇനി എടുക്കുന്ന ചാപ്റ്റേഴ്സിന്റെ ഒക്കെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നന്നായിട്ട് വായിച്ച് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് നോക്കി മനസ്സിലാക്കി പഠിച്ച് എക്സാം എഴുതാനായിട്ട് നോക്കാം. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിക്കോ. ഇന്നപ്പോഴത്തെ ടോപ്പിക് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ടോ? എന്തോ ഇപ്പം ക്വസ്റ്റ്യൻസ് തരുന്നുണ്ടോ? നമ്മള് ഇതിനകത്തെ ക്വസ്റ്റ്യൻസ് മറ്റേ ഇതിനകത്ത് തന്നതുള്ളൂ അല്ലെ? വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് 1-2 എഴുതിക്കോ. കുറച്ചെണ്ണം എഴുതിക്കോട്ടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോ. The availability of doctors and nurses. The availability of doctors and nurses in IPD is availability of doctors and nurses in IPD is dash. എങ്ങനെയായിരിക്കും ഡോക്ടേഴ്സിന്റെ നഴ്സസിന്റെ അവൈലബിലിറ്റി എന്നൊരു ഹോസ്പിറ്റലില്? നെക്സ്റ്റ് വൺ, അടുത്തത് ക്ലയൻസ് ആർ അഡ്മിറ്റഡ് വിത്ത്
clients are admitted with acute conditions, acute conditions, ACUTE, acute conditions requiring immediate treatment, requiring immediate treatment, requiring immediate treatment is called, requiring immediate treatment is called dash, is called dash. Next one, client with hypertension, hypertension, comma, bronchitis, bronchitis, comma, diabetes, hypertension, bronchitis, diabetes are examples for dash admission, are examples for dash admission. Dash admission. Now, next one, expand TPA. Expand TPA. Next one. Social data of a client includes, social data of a client. Social data of a client includes dash. Social data of a client includes dash. Of a client includes dash. Next one. Another question. What are the things? What are the things included in preliminary observation? Preliminary observation. Preliminary observation. കുറെയൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് വായിച്ച് മനസ്സിലാക്കേണ്ട പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളുടെ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് കുറച്ച് അധികമൊന്നുമില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കണം, വായിച്ച് മനസ്സിലാക്കി അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഒത്തിരി അങ്ങനെ നമ്മളുടെ ചില ഡിപ്പാർട്ട്മെന്റുകളുടെ ഇതൊക്കെ എന്താ പറയാ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ പഠിച്ചതുപോലെ ഒത്തിരി ഒന്നും വാരി വലിച്ചൊന്നും നമുക്ക് ഇതിനകത്തില്ല. പക്ഷെ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ അറിയണം, എങ്ങനെയൊക്കെയാണ് ഇൻപേഷ്യന്റ് ആകുന്നത്, ഒരു പേഷ്യന്റ് എങ്ങനെയാ ഔട്ട് പേഷ്യന്റിൽ എത്തിയിട്ട് ഇൻപേഷ്യന്റ് ആകാം, എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവരെങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, അത്തരം പോയിന്റുകളൊക്കെ സ്മോൾ പോയിന്റ് ആയിട്ട് നമ്മൾ അതിന്റെ ഷോർട്ടായിട്ടൊക്കെ വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളിന്ന് നിർത്തുകയാണ്. നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ക്ലാസ്സിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാനുള്ള കാര്യം പറയാനുണ്ടെങ്കിൽ കയറാം, അല്ലെങ്കിൽ ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാമിന് എത്തിയിട്ടുണ്ട് ക്ലാസ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, 12:30 വരെ കേട്ടാ. 12:30 കഴിഞ്ഞിട്ടാണോ? 12:30 വരെ ഉള്ളൂ. 11:30 അല്ല, ഇപ്പൊ തന്നെ ഉണ്ട് ക്ലാസ് 11:30 to 12:30. ഇന്നലെ ഇച്ചിരി ഇതാക്കിയത്, ഇടയ്ക്ക് ഒരു ക്ലാസ് നമുക്ക് പുതിയതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ ഒരു ഗ്യാപ്പ് തന്നെ. ഇന്നിപ്പോ കണ്ടിന്യൂസ് ആയിട്ടാണ്. ഇപ്പൊ 11:30. അപ്പൊ 2 മിനിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഫ്രഷ് ആകാം. ഓക്കെ, താങ്ക് യു. ഇംഗ്ലീഷിന്റെ കാര്യം കൂടെ ഒന്ന് പറയണേ മിസ്സേ. ഇംഗ്ലീഷിന്റെ കാര്യം കൂടെ. പറയാം. ഓക്കെ മിസ്സേ. Bye. Okay, bye.
എവിടെയെങ്കിലൊക്കെ വരുമ്പോ കാണാം അല്ലേ? ഇൻഷാ അല്ലാ. നിങ്ങളുടെ എന്താ പറയാ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കാനായിട്ട് ഇവിടെ ഒക്കെ വരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഫേസ് ടു ഫേസ് കാണാം. നിങ്ങളെ ഞങ്ങൾക്ക് കാണാൻ പറ്റാതുള്ളൂ, നിങ്ങൾ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ ആലപ്പുഴ ജില്ലയാണോ മിസ്സേ? കാണാൻ ആഗ്രഹമുണ്ട്. ആലപ്പുഴ ജില്ലയാണോ മിസ്സേ? എന്തോ ആലപ്പുഴയാണോ? എന്റെ വീടാ? അല്ല, അല്ല, ഓഫീസ് ആലപ്പുഴയില അല്ല, എന്നെ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്, നോർത്ത് പറവൂർ. എറണാകുളം. മിസ് അപ്പൊ നോർത്ത് പറവൂർ എന്ന് പറഞ്ഞ സ്ഥലം ആലപ്പുഴയിലും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ. അതല്ല, അവിടെ ഞാൻ പറഞ്ഞിരുന്നു അത് സൗത്ത് പറവൂർ, ഞങ്ങൾ നോർത്ത് പറവൂർ. കുറെ സ്ഥലങ്ങളൊക്കെ ഒരേ പേരിൽ അറിയപ്പെടുന്ന ഡിഫറെന്റ് പ്ലേസസ് ഉണ്ട്. പുതിയ കാവ്, ആലപ്പുഴയിലൊക്കെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പുതിയ കാവ് ഉണ്ട്. ഇവിടെ നമ്മളുടെ പറവൂരും ഉണ്ട് പുതിയ കാവ്. പിന്നെന്താ പറയാ, എന്റെ മമ്മിയുടെ വീട് അവിടെയാണ്, വൈക്കം പടയാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. തലയോലപ്പറമ്പ്, തൃപ്പൂണിത്തുറ, ഉദയനാപുരം, ഒത്തിരി സ്ഥലത്തൊക്കെ. കോട്ടയം ജില്ലയാ മിസ്, ഞങ്ങള് കോട്ടയം ജില്ല ചങ്ങനാശ്ശേരിയാ. ചങ്ങനാശ്ശേരിയില് എന്റെ ഒരു കസിനെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി റിലേറ്റീവ്സ് ഉണ്ട് എനിക്ക്. എന്റെ മമ്മിയുടെ വീട്ടുകാരൊക്കെ അവിടെയാ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പറ്റുമെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് കാണാം. എക്സാം ഒക്കെ റിസൾട്ട് വരുമ്പോ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് ഇവിടെ വരാൻ പറ്റട്ടെ. നിങ്ങളെ കാണുന്ന എനിക്ക് ആഗ്രഹമുണ്ട്, ആഗ്രഹമുണ്ട് ഒത്തിരി. അപ്പൊ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി മിസ്സിന്റെ ക്ലാസ് അപ്പൊ ഇല്ലേ ഞങ്ങക്ക്? എന്തോ ഇനി മിസ്സിന്റെ ക്ലാസ് ഇല്ലേ ഞങ്ങക്ക്? ഇനി ഉണ്ടാവോന്ന് അറിയില്ല, കാരണം എന്റെ ടോപ്പിക് തീർന്നല്ലോ. ഇനി എനിക്ക് ക്ലാസ് കിട്ടാൻ വഴിയില്ല. ഓക്കെ ഓക്കെ മിസ്സേ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് ഇരിക്കുക, സേഫ് ആയിട്ട് ഇരിക്കുക, കെയർ ചെയ്തിരിക്കുക, പരീക്ഷയ്ക്ക് നന്നായിട്ട് കൊടുക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.